സുഹൃത്തുക്കളും പരിചയക്കാരും സഹൃദയരും വായനക്കാരുമായ സദസ്യരെ, ചരിത്ര നിരാസം എന്നതാണ് വിഷയം. വാസ്തവത്തിൽ ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായെങ്കിലും, അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, ഒരു പതിറ്റാണ്ട് ഒരു തീവ്ര യത്ന പരിപാടി എന്നോണം നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്ര വിജ്ഞാനീയത്തിൻ്റെ നിരാസം മാത്രമല്ല, ചരിത്ര വിജ്ഞാനീയ ഹത്യ കൂടിയാണ്. ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത് 2000 സെപ്റ്റംബർ മാസത്തിൽ ഫ്രണ്ട് ലൈൻ ദ്വൈവാരികയിൽ ഒരു ദീർഘ പ്രബന്ധം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത പണ്ഡിതനായ മൈക്കൽ വിറ്റ്സലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യ വിജ്ഞാനീയ പണ്ഡിതനായ സ്റ്റീവ് ഫാമറും ചേർന്ന് എഴുതിയിരുന്നു. ആ പ്രബന്ധത്തിൻ്റെ കവർ സ്റ്റോറിയായി പ്രസിദ്ധീകരിച്ച ആ പ്രബന്ധത്തിൻ്റെ തലക്കെട്ട് ഹോഴ്സ് പ്ലേ ഇൻ ഹാരപ്പ, ഹാരപ്പയിലെ കുതിരക്കളി എന്നായിരുന്നു. ആ കുതിരക്കളിയാണ് ഇപ്പോൾ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ സർവാത്മന ഉള്ള പിന്തുണയോടെ വളരെ NCERTയുടെ പുസ്തകങ്ങളിലൂടെ അല്ലാതെയും വളരെ ഗംഭീരമായുള്ള ഒരു കുതിരക്കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റീവ് ഫാമറും മൈക്കൽ വിറ്റ്സലും എഴുതിയ ആ കവർ സ്റ്റോറി പ്രതിപാദിക്കുന്നത് അക്കാലത്തൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന നാസയിലെ സയൻറ്റിസ്റ്റ് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഒരു NS രാജാറാം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ജ എന്ന് പറയുന്ന മറ്റൊരു സംസ്കൃത പണ്ഡിതൻ, ഇവർ രണ്ടുപേരും കൂടി മെക്കേസീൽ 453 ഒരു ഹാരപ്പൻ മുദ്രയിലെ കാളയെ കമ്പ്യൂട്ടർ മോർഫിങ്ങിന് വിധേയമാക്കി കുതിരയാക്കി മാറ്റുകയാണ്. എന്നിട്ട് ദ ഡിസൈഫേർഡ് ഇൻ ദ സ്ക്രിപ്റ്റ്, വായിക്കപ്പെട്ട സിന്ധു ലിപി, സൈന്ധവ ലിപി അല്ലെങ്കിൽ ഹാരപ്പൻ ലിപി എന്ന ശീർഷകത്തിൽ അവർ ഒരു പ്രബന്ധം ഇൻവേർട്ടഡ് കോമ എഴുതുകയും ചെയ്തു. ഇത് കണ്ടപ്പോഴാണ് ഇന്ത്യ ചരിത്ര വിജ്ഞാനീയത്തിലും ഭാഷാവിജ്ഞാനീയത്തിലുമൊക്കെ പാണ്ഡിത്യമുള്ള മൈക്കൽ വിറ്റ്സലും സ്റ്റീവ് ഫാമറും ഇവർ മോഫ് ചെയ്ത് കാളയെ കുതിരയാക്കിയ ആ സീൽ കണ്ടെത്തുകയും അതൊരു ബ്രോക്കൺ സീലായിരുന്നു, പൊട്ടിയ സീലായിരുന്നു. ആ കാളയെയാണ് ഒരു കുതിരയാക്കിയത്. ആ കാളയെ കുതിരയാക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ അർത്ഥതലങ്ങൾ ഹിന്ദുത്വവാദികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഹാരപ്പൻ നാഗരികതയിൽ കുതിര ഇല്ല. ഇപ്പം കുതിരയെ കൊണ്ടുവന്നാൽ ഹാരപ്പൻ നാഗരികത വൈദിക സംസ്കാരവുമായി കൂട്ടിക്കെട്ടാൻ ഒരു എളുപ്പമാർഗമാണ്. വൈദിക സംസ്കാരവും ഹാരപ്പൻ സംസ്കാരവും രണ്ട് വിഭിന്ന സംസ്കാരങ്ങളാണ്. ഒന്ന് ആര്യഭാഷ സംസാരിക്കുന്നവർ ബീജാവാപം നൽകി പടർത്തിയ സംസ്കാരമാണെങ്കിൽ വൈദിക സംസ്കാരം, അതിന് മുൻപുണ്ടായിരുന്ന ഹാരപ്പൻ സംസ്കാരം ഒരു ആര്യേതര അനാര്യ സംസ്കാരമായിരുന്നു എന്ന് ഇന്ന് ഏറെക്കുറെ ആ മേഖലയിൽ ലബ്ധപ്രതിഷ്ഠിതരായ പല പണ്ഡിതന്മാരും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹാരപ്പയിൽ ഒരു കുതിരയെ കൊണ്ടുവരിക എന്നത് ഹിന്ദുത്വവാദികളുടെ വലിയ ലക്ഷ്യമാണ്. ഇപ്പോൾ അത് അപ്പോൾ തന്നെ പൊളിഞ്ഞു വീണു. കുതിരക്കളി അനാച്ഛാദനം ചെയ്യപ്പെട്ടു, തുറന്നു കാട്ടപ്പെട്ടു. ആ കുതിരക്കളി ഇപ്പോൾ വളരെ കാര്യക്ഷമമായി സർക്കാർ പിന്തുണയോടെ നമ്മുടെ രാജ്യത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NCERTയുടെ ആദ്യകാല പുസ്തകങ്ങൾ 1960കളുടെ ഒടുവിലും 70കളിലുമായി എഴുതിയത് ഇന്ത്യയിൽ അന്ന് ഇന്നും ലബ്ധപ്രതിഷ്ഠരായ ലോകമാകെ അംഗീകരിക്കുന്ന ചരിത്രകാരന്മാരായ ബിപിൻ ചന്ദ്ര, സതീഷ് ചന്ദ്ര, R.S. ശർമ്മ, റോമില താപ്പർ, അർജുൻ ദേവ് എന്നിവരായിരുന്നു. ആ കാലത്ത് ലഭ്യമായ വിവരങ്ങളും വ്യാഖ്യാനങ്ങളും പരിപ്രേക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ കുട്ടികൾക്ക്
പ്രാപ്യമാവുന്ന രീതിയിൽ സംഗ്രഹിക്കപ്പെട്ട അക്കാലത്തെ മികച്ച പുസ്തകങ്ങൾ എന്ന് പറയാവുന്ന പുസ്തകങ്ങളായിരുന്നു. 2005-2008 കാലഘട്ടത്തിൽ അവർ പാസ്റ്റ്സ് 1, 2, 3 എന്നിങ്ങനെ നീലാദ്രി ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള 2 ഡസൻ ചരിത്രകാരന്മാരുടെ പ്രവർത്തന ഫലമായി പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ, പരിപ്രേക്ഷ്യങ്ങൾ, പിന്നീടുണ്ടായ പുതിയ തീംസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സാമാന്യം വളരെ നല്ല പുസ്തകങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതിനെയൊക്കെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, എന്നും വാർത്തയാണ്, ചരിത്രത്തിൽ തിരുത്ത് മാത്രമല്ല, 3-4 മാർഗങ്ങളാണ്. ഒന്ന്, ചരിത്രത്തിൽ തിരുത്തുണ്ട്. 2, സെൻറ്റൻസസ്, വാക്യങ്ങൾ അപ്പാടെ വെട്ടിമാറ്റുന്നു, ഗണ്ണികകൾ അപ്പാടെ വെട്ടിമാറ്റുന്നു, അധ്യായങ്ങൾ അപ്പാടെ വെട്ടിമാറ്റുന്നു. അപ്പോൾ അതിന് കോവിഡ് കാലത്ത് ന്യായീകരണമായി പറഞ്ഞത്, ഇത് ഞങ്ങൾ റാഷണലൈസേഷൻ, യുക്തിവൽക്കരണ പ്രക്രിയ, യുക്തീകരണം നടത്തുകയാണ്. വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ അയുക്തീകരണവും അസംബന്ധവൽക്കരണവും ചരിത്രത്തിൻ്റെ കൽപ്പിത കഥാവൽക്കരണവും ചരിത്രത്തെ മിത്തോളജിയാക്കുന്ന ഒരു സംഭവം ആണ് ഈ യുക്തിവൽക്കരണം എന്ന പ്രക്രിയയുടെ ഒരു ഉൽപ്പന്നം. രണ്ടാമത് പറഞ്ഞത് ചരിത്രത്തെ റാഷണലൈസേഷൻ. അതിന് റോമില താപ്പർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ റേഷനിങ്, ചരിത്രത്തിൻ്റെ റേഷനിങ് ആണ്. അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം റേഷൻ രൂപത്തിൽ, അതും വർഗീയതയുടെ വിഷം പുരട്ടിയുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി, അല്ലാത്ത ഭാഗങ്ങളൊക്കെ ആമൂലാഗ്രം വെട്ടിയും തിരുത്തിയും ഒക്കെയുള്ള ഒരു റേഷനിങ് ആണ്. ഈ റേഷനിങ് എന്തിനാണ്? വർഗീയവൽക്കരിക്കപ്പെട്ട, അവർ വർഗീയവൽക്കരിച്ച ഇന്നത്തെ വർത്തമാനകാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂതകാലത്തെ അവരുടെ വ്യാഖ്യാനത്തിന്, അവരുടെ മനോരാജ്യത്തിനനുസൃതമായ ഒരു ഭൂതകാലത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇതിൻ്റെ വിവക്ഷ. പിന്നെ ഭാരം കുറക്കാൻ, കോവിഡ് മൂലമുള്ള വിദ്യാർത്ഥികളുടെ ഭാരം കുറക്കാനാണ് ഞങ്ങൾ ഈ ശ്രമം നടക്കുന്നത്. ഭാരം കുറക്കുകയല്ല, വാസ്തവത്തിൽ അവർക്കുമേലും ഹിന്ദുത്വവാദികൾക്കും മേലുള്ള വർഗീയ ഭാരം മൊത്തത്തിൽ ഇറക്കി വെച്ചു, വെട്ടിത്തിരുത്തി അധ്യായങ്ങളൊക്കെ ഒഴിവാക്കി. ഹിന്ദുത്വവാദികൾക്ക് ഇപ്പോൾ ഗാന്ധിവാദത്തെ പറ്റി 10-13 സെൻറ്റൻസ് ഉണ്ട്. അത് വായിച്ചാൽ ആര് ഗാന്ധിയെ വധിച്ചു, ഗാന്ധിയെ വധിക്കുന്നതിന് മുമ്പ് ഈ വധസംഘം, ഗ്രൂപ്പ്, ഈ കൊലയാളികളുടെ ഗ്രൂപ്പ്, ഗോഡ്സെ അടക്കമുള്ള എത്ര വട്ടം വധശ്രമം നടത്തിയിരുന്നു, എന്തായിരുന്നു വധത്തിനുള്ള കാരണം, ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായ അവസ്ഥ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ഗ്രഹിക്കാമായിരുന്നു. കത്രിക കൊണ്ട് വെട്ടി മാറ്റിയ ആ ഭാഗത്ത് ഇപ്പോഴുള്ള വെട്ടല്ലേ, 4-5 കൊല്ലം മുമ്പ് നടന്ന വെട്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. വായിച്ചാൽ 1948 ജനുവരി 30 ബിർള ഹൗസിൽ വെച്ച് എന്നൊന്നുമില്ല, ഏതോ ഒരു ഗോഡ്സെ, മറ്റേ പുസ്തകത്തിൽ പൂനെയിൽ നിന്നുള്ള ബ്രാഹ്മണൻ ആയിരുന്നു ഗോഡ്സെ എന്നുണ്ട്, ഏതോ ഒരു ഗോഡ്സെ വന്നു ഗാന്ധിജിയെ വധിക്കുന്നു. എന്തിനാണ് വധിക്കുന്നത്, എന്താണ് കാര്യം, ഒന്നും കുട്ടികൾക്ക് അറിയില്ല. ഗുജറാത്ത് വംശഹത്യ മൊത്തം വെട്ടിമാറ്റി, ദളിത് വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഭാഗങ്ങൾ, സബാൾട്ടേൺ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഒരുപാട് വെട്ടിമാറ്റിയവയിൽ പലതും പെടും. ഇപ്പോൾ വീണ്ടും ഈ കലാപരിപാടി, ഈ കുതിരക്കളി, ഈ വർഗീയ വിഭാഗീയ കുതിരക്കളി അനവരതം, മനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പത്രം വായിച്ചാൽ ഇന്ന ഭാഗത്ത് വെട്ടി, ഇന്ന ഭാഗത്ത് വെട്ടി, ഇന്നത് കൂട്ടിച്ചേർത്തു. പൊതുവെ മധ്യകാലം, ഇപ്പോൾ ജെയിംസ് മിൽ 1817 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എഴുതുന്നത്. അവിടെയാണ് ജെയിംസ് മിൽ എന്ന കൊളോണിയൽ ഉദ്യോഗസ്ഥൻ, ചരിത്രകാരൻ, ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ എന്നിങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ചരിത്രത്തെ വിഭജിക്കുന്നത്. ഈ പുസ്തകമാണ് ഇന്ത്യയിലേക്ക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായി വരുന്നവർക്ക് ഇംഗ്ലണ്ടിലെ കോളേജിൽ പഠിക്കാനുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ ജെയിംസ് മിൽ പ്രാചീന കാലത്തെ ഹിന്ദു ഇന്ത്യയായും മധ്യകാലത്തെ മുസ്ലിം ഇന്ത്യയായും ആധുനിക കാലത്തെ ബ്രിട്ടീഷ് ഇന്ത്യയായും കാണുകയും ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന്, എന്ന് വെച്ചാൽ ആധുനിക കാലത്തിൽ നിന്ന്
വിരുദ്ധമായി ഈ മധ്യകാല മുസ്ലിം, അദ്ദേഹം വിളിക്കുന്ന മുസ്ലിം കാലഘട്ടമെന്നും ഹിന്ദു കാലഘട്ടമെന്നും പറയുന്ന പ്രാചീന ഇന്ത്യ വളരെ വളരെ മോശമായിരുന്നു എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഒരാഖ്യാനം. അതിൽ മുസ്ലിം കാലഘട്ടത്തെക്കാൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുള്ള മുസ്ലിം കാലഘട്ടത്തെക്കാൾ കൂടുതൽ ശരവ്യമാക്കിയത് ഈ ഏൻഷ്യൻ പീരീഡിനെയായിരുന്നു, ഹിന്ദു കാലഘട്ടത്തെയാണ്. ഇപ്പോൾ വേറൊരു ബൈനറി ആണ് സൃഷ്ടിക്കുന്നത്. ആ ബൈനറി എന്താണെന്ന് വെച്ചാൽ ഇരട്ട ഈ ദ്വന്ദ്ങ്ങൾ എന്ന് വെച്ചാൽ മധ്യകാലഘട്ടത്തിൽ നിന്ന് മുസ്ലിം രാജാക്കന്മാരെ, മുസ്ലിം പേരുകളുള്ള രാജാക്കന്മാരെ, അവരൊക്കെ ബ്രൂട്ടൽ, ക്രൂവൽ, റൂത്ത്ലെസ്, ഹാർട്ട്ലെസ്, നിഷ്ഠുരർ, നിർദ്ദയർ, ഹൃദയശൂന്യർ എന്നൊക്കെയാണ്. അക്ബറിനെ പോലും, അക്ബറെ ചില ഘട്ടത്തിൽ മയമുണ്ടായിരുന്നു അക്ബറിന്. അൾട്ടിമേറ്റ്ലി അക്ബർ വാസ് ഓൾസോ ബ്രൂട്ടൽ എന്നുള്ള രീതിയിൽ ചെറിയ കുട്ടികൾ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിലൊക്കെയാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റിക്സ് ഓഫ് ടെമ്പിൾ ഡിസ്ട്രക്ഷൻ. അപ്പോൾ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ 7ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഇന്ത്യ ചരിത്രം വായിച്ചവർക്കറിയാം, ടെമ്പിൾ ആരാധനാലയങ്ങളുടെ ധ്വംസനം, വിഗ്രഹ കവർച്ചകൾ 7ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഇന്ത്യയിലെ ഈ മുസ്ലിം, ദ സോക്കോൾഡ് മുസ്ലിം രാജാക്കന്മാർ വരുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഈ ആരാധനാലയ ധ്വംസനം, ഈ വിഗ്രഹ കവർച്ചകൾ ഒക്കെ പതിവായിരുന്നു. ഇപ്പോൾ 7ാം നൂറ്റാണ്ടിൽ തന്നെ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ചാലൂക്യ തലസ്ഥാനമായ വാതാപി ആക്രമിച്ച് അവിടുത്തെ പ്രധാന ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളൊക്കെ കവർച്ച ചെയ്ത് സ്വന്തം രാജ്യത്തെ, സ്വന്തം നാട്ടിലെ ക്ഷേത്രത്തിൽ പുനഃസ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ 10ാം നൂറ്റാണ്ടിൽ ചണ്ഡേല രാജാവായ യശോവർമ്മൻ പ്രതിഹര രാജാക്കന്മാരുടെ ഒരു പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണുവിൻ്റെ ഒരു സ്വർണ്ണ വിഗ്രഹം കവർച്ച ചെയ്ത് ഖജുരാഹോയിൽ അദ്ദേഹം ഒരു ലക്ഷ്മണ ക്ഷേത്രം ഉണ്ടാക്കുന്നത് ഈ വിഷ്ണു വിഗ്രഹം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ മഹമ്മൂദ് ഗസ്നിയുടെ 11ാം നൂറ്റാണ്ടിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ആക്രമണവും കവർച്ചയും, സമ്പത്ത് കവർച്ചയും ഒക്കെ പ്രതിപാദിക്കവേ തന്നെ കഴിഞ്ഞ 2005, 2008, 2009 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട NCERT പുസ്തകങ്ങൾ ഇതും പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം 2 സംഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, 9ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവായ ശ്രീമാര ശ്രീവല്ലഭൻ ശ്രീലങ്ക ആക്രമിക്കുകയും അങ്ങനെ ശ്രീലങ്കയിലെ സേനൻ ഒന്നാമൻ രാജാവിനെ പരാജയപ്പെടുത്തി അവിടുത്തെ സ്വർണത്തിൽ തീർത്ത ബൗദ്ധ വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റി കവർച്ച ചെയ്ത് മധുരയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ സേനൻ രണ്ടാമൻ, പിൻഗാമിയായിരുന്ന സേന രാജാവ് മധുര ആക്രമിക്കുകയും ഈ പാണ്ഡ്യരാജാവിൽ നിന്ന് ആ ബൗദ്ധ വിഗ്രഹങ്ങൾ വീണ്ടെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന 9ാം നൂറ്റാണ്ടിലുണ്ട്. 11ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ വന്നപ്പോൾ ചോള രാജാക്കന്മാരെ പറ്റി ഒക്കെ പ്രകീർത്തിച്ചിരുന്നു. അപ്പോൾ രാജേന്ദ്ര ചോളൻ അയൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന മാതിരി അന്നൊന്നും പറഞ്ഞിരുന്നില്ല. അന്നൊക്കെ പറഞ്ഞിരുന്നത് ഹിന്ദു എന്നുള്ള ഒരു രാജാവിന് കുറിക്കാൻ ഹിന്ദു എന്നുള്ള ഒരു പദപ്രയോഗം നടത്തുന്നത് ഒരു വിജയനഗര രാജാവാണ്. അത് തന്നെ ഹിന്ദുരായ സുരത്രാണൻ എന്നാണ്. ഹിന്ദുരായ രാജാവ്. സുരത്രാണൻ എന്നത് സുൽത്താൻ്റെ സംസ്കൃതവൽക്കരിച്ച പദമാണ്, സുരത്രാണൻ. അതുപോലെ മുസ്ലിം എന്ന് സംസ്കൃത ലിഖിതങ്ങളിൽ അന്ന് കാണില്ല. അന്നത്തെ സംസ്കൃത ലിഖിതങ്ങളിൽ തുരുക്ഷ എന്ന പദപ്രയോഗമാണ് പലപ്പോഴും ഉണ്ടാവുക. തുരുക്ഷ. ഈ മുസ്ലിം ഹിന്ദു എന്നുള്ളതൊക്കെ ആധുനിക നിർമ്മിതികളാണ്. അന്നൊക്കെ മറ്റൊരു എത്നിക് വിഭാഗം എന്ന നിലയിൽ. ഇപ്പോൾ രാജേന്ദ്ര ചോളൻ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നു, സ്വന്തം നാട്ടിൽ ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കുന്നു, അയൽ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് കവർന്ന വിഷ്ണു, ദുർഗ, ഗണേശൻ ഇവരുടെ വിഗ്രഹങ്ങൾ അവിടെ സ്ഥാപിക്കുന്നു. അതുപോലെ രാഷ്ട്രകൂടന്മാർ, പല്ലവന്മാർ, പ്രതിഹരന്മാർ, ചാലൂക്യന്മാർ
ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത് ആ ഒരു പാറ്റേൺ തന്നെയാണ് വാസ്തവത്തിൽ മധ്യകാലത്തിൽ പിന്നീട് വന്ന ഭരണാധികാരികളും. അന്ന് ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ, രണ്ട് രീതിയിൽ ഇന്നത്തേതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. അത് രണ്ടും, ഇറ്റ് വാസ് ടെമ്പിൾസ് വേർ എംബോഡിമെന്റ് ഓഫ് സേക്രഡ് ആൻഡ് ടെമ്പറൽ അതോറിറ്റീസ്. രണ്ടും എന്ന് വെച്ചാൽ ദൈവികവും ലൗകികവുമായ കാര്യങ്ങളുടെ ഒരു മൂർത്തീകരണമായിരുന്നു. രണ്ടും ഉൾച്ചേർന്നതായിരുന്നു അന്നത്തെ ആരാധനാലയങ്ങൾ. രണ്ടും ഉൾച്ചേർന്നത് കൊണ്ട് തന്നെ അന്നത്തെ രാജക്ഷേത്രങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിലെ ഗംഭീര ക്ഷേത്രങ്ങൾക്ക്, ബൃഹദീശ്വര ക്ഷേത്രത്തിന് ഒക്കെ അങ്ങനെ വലിയ തോതിലുള്ള സിംബോളിക് വാല്യൂ, പ്രതീകാത്മക മൂല്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ആക്രമിക്കപ്പെടുക, അധീനതയിലാകുക, ധ്വംസിക്കപ്പെടുക, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹങ്ങൾ കവർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനും രാജാവിനും ഏൽക്കുന്ന ഏറ്റവും വലിയ അഭിമാനക്ഷതമാണ്, അധികാരക്ഷതമാണ്. അത് അന്നത്തെ യുക്തിയാണ്. ഇന്ന് അപ്പോൾ ഈ NCERT പാഠപുസ്തകങ്ങളിൽ മഹമ്മൂദ് ഗസ്നിയുടെ ഔറംഗസേബ് ക്ഷേത്രം തകർത്തിട്ടില്ല എന്നാരും പറയുന്നില്ല, ഒരു ചരിത്രകാരനും പറയുന്നില്ല. അതേസമയം ഔറംഗസേബ് തന്നെ ക്ഷേത്രങ്ങൾക്ക്, ബ്രാഹ്മണർക്ക് ഭൂമിയും മറ്റു കാര്യങ്ങളും ദാനം ചെയ്യുന്നത് മറ്റു രേഖകളിലുണ്ട്. അപ്പോൾ ഔറംഗസേബ് തന്നെ ജിസിയ ഏർപ്പെടുത്തുന്നത് അദ്ദേഹം രാജാവായി 27 വർഷം കഴിഞ്ഞാണ്. അക്ബറിൻ്റെ ഒരു 50 വർഷം നീണ്ടു നിന്ന ഭരണം ഒരേപോലെ ആയിരുന്നില്ല. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അപ്പോൾ ഇന്നത്തെ ചില വർഗീയ യുക്തി കൊണ്ടോ സെക്കുലർ യുക്തി കൊണ്ടോ പോലുമോ ഭൂതകാലത്തെ സമീപിക്കുന്നത് നമ്മെ തെറ്റായ വഴികളിലേക്ക് നയിക്കും. ഭൂതകാലം ഒരു ഫോറിൻ കൺട്രി, ഒരു വിദേശ രാജ്യമാണെന്ന് വിചാരിച്ചാൽ അന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പ്രക്രിയയുടെ ഒരു അനുബന്ധമായി വേണം അക്കാലത്ത് നടന്ന സംഭവങ്ങളെ നമ്മൾ നിർദ്ധാരണം ചെയ്യേണ്ടതും വിശകലനം ചെയ്യേണ്ടതും. അപ്പോൾ അതിന് പകരം ഈ വിപരീത സ്വഭാവമുള്ള ദ്വന്ദ്വങ്ങളെ, മുസ്ലിം അമുസ്ലിം എന്ന ദ്വന്ദ്വത്തിൽ നിർത്തി ചരിത്രത്തെ അവതരിപ്പിക്കുന്നത് അത് പഠിക്കുന്ന കുട്ടികളിൽ പരസ്പര വൈരവും പരസ്പര വിദ്വേഷവും ഹിംസാത്മക രണോത്സുക മനോഭാവവും സൃഷ്ടിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ. അതാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്കും അതിനെ സാക്ഷാൽ നിയന്ത്രിക്കുന്ന RSS പോലുള്ള സംഘപരിവാർ ശക്തികൾക്കും വേണ്ടത്. ആ രൂപത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുകയല്ല, ആ രൂപത്തിൽ വർഗീയമായി വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്തെ സമൂഹം, ഈ ഭരിക്കുന്ന കക്ഷികൾ. പിന്നെ രാജസ്ഥാനിലെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ചരിത്രത്തിലെ ഒരു പച്ച പരമാർത്ഥത്തെ തെറ്റായി ചിത്രീകരിച്ച് തലകുത്തി നിർത്തുന്നതിൻ്റെ ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ്. ഇപ്പോൾ ജാദുനാഥ് സർക്കാർ, ഹിന്ദുത്വവാദികളെ സംബന്ധിച്ചിടത്തോളം ജാദുനാഥ് സർക്കാർ പ്രിയങ്കരനായ ചരിത്രകാരനാണ്, ദേശീയവാദി, നാഷണലിസ്റ്റ്, ദേശീയവാദ ചരിത്രകാരനാണ്. അദ്ദേഹം പക്ഷേ ചരിത്രത്തെ കണ്ടത് ഒരു ഹിന്ദു മുസ്ലിം ബൈനറിയിലൂടെയാണ്, ദ്വന്ദ്ങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വവാദികൾക്ക് പ്രിയങ്കരനാണ്. അന്ന് അദ്ദേഹം പക്ഷേ ചരിത്രത്തിൻ്റെ പദ്ധതി, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ചരിത്രം എഴുതിയത്, അദ്ദേഹത്തിൻ്റെ പരിപ്രേക്ഷ്യം പക്ഷേ ഹിന്ദുത്വവാദികളുടെ ചരിത്ര കാഴ്ചപ്പാടുമായി വളരെയധികം ഒത്തുപോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ പോലും 1576 നടന്ന ഹൽദിഘട്ടി യുദ്ധമുണ്ട്. അത് അന്ന് മേവാർ സൈന്യത്തെ നയിച്ചിരുന്നത് മഹാറാണ പ്രതാപായിരുന്നു. മുഗൾ സൈന്യത്തെ നയിച്ചിരുന്നത് അംബറിലെ രാജാ മാൻസിംഗ് ആയിരുന്നു. മാൻസിംഗിൻ്റെ നേതൃത്വത്തിലുള്ള മുഗൾ സൈന്യവും അംബറിലെ മാൻസിംഗിൻ്റെ നേതൃത്വത്തിലുള്ള മുഗൾ സൈന്യവും മേവാറിലെ മഹാറാണ പ്രതാപിൻ്റെ നായകത്വത്തിൽ ഉള്ള മേവാർ സൈന്യവും ഏറ്റുമുട്ടിയപ്പോൾ മേവാർ സൈന്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് യാഥാർത്ഥ്യം. ജാദുനാഥ് സർക്കാർ മിലിറ്ററി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ആ യാഥാർത്ഥ്യം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിലെ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത് റാണ പ്രതാപിൻ്റെ സൈന്യം മുഗൾ സൈന്യത്തെ പരാജയപ്പെടുത്തി. മാരകമായി മുറിവേറ്റ റാണ പ്രതാപ് മുറിവേറ്റ്
പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെടാതെ അതിധീരമായി ധീരോദാത്തമായി പൊരുതി മുഗൾ സൈന്യത്തെ ചിതറി തെറിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫാക്ച്വൽ ഒരു വസ്തുതയെ ശീർഷാസനത്തിൽ നിർത്തുകയാണ്. ജാദുന സർക്കാർ പോലും മുഗൾ സൈന്യം വിജയിച്ചു. ഞാൻ ഒരു സൈന്യത്തിൻ്റെ വിജയമോ പരാജയമോ ആയിട്ടല്ല, ഈ ദ്വന്ദ്വങ്ങൾ അല്ല ചരിത്രം. അപ്പം ചരിത്രം എന്നത് ഭൂതകാലത്ത് മനസ്സിലാക്കലാണ്. ഭൂതകാലത്തിൽ നടന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ പ്രക്രിയകളുടെ ഒരു യുക്തിസഹമായ നിർദ്ധാരണമാണ് ചരിത്രം. ചരിത്രം മറ്റൊരർത്ഥത്തിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു ആർഗ്യുമെൻ്റാണ്, എ സീരീസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഒരു പെർസ്പെക്റ്റീവൽ നോളജ് ആണെന്ന് പറയാം. പരിപ്രേക്ഷ്യപരമായ ജ്ഞാന പദ്ധതിയാണ് ചരിത്രം. അവിടെ ആ ചരിത്രം മുന്നോട്ട് പോകുന്നത് ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും വിമർശങ്ങളിലൂടെയും പ്രതിവിമർശങ്ങളിലൂടെയും. വിമർശനവും വിമർശവും തമ്മിൽ വ്യത്യാസമുണ്ട്. വിമർശനം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രതികൂലത സ്വഭാവമുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ അതിന് തീർത്തും വിപരീതമായ ഒരു കാര്യം പറയുന്നതാണ് പൊതുവെ വിമർശനം. വിമർശം, ക്രിട്ടിക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഒരു വിഷയത്തെ അതിൻ്റെ നാനാ കോണുകളിൽ കൂടി സമീപിച്ച് വിശകലനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ആ രീതിയിലുള്ള വിമർശവും പ്രതിവിമർശവും പിന്നെ പുതിയ ഗവേഷണങ്ങളും പുതിയ ഉപാദാനങ്ങളും പുതിയ ചരിത്ര ലക്ഷ്യങ്ങളും പുറത്തു വരുമ്പോൾ ചരിത്രത്തിന് മാറ്റമുണ്ടോ? ആ രീതിയിലുള്ള ചരിത്ര വികാസമല്ല, ആ രീതിയിലുള്ള റിവിഷൻ അല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ തീർത്തും വർഗീയ യുക്തിയിൽ നിലയുറച്ചുകൊണ്ടുള്ള ഊന്നി നിന്നുകൊണ്ടുള്ള ചരിത്രത്തിൻ്റെ വർഗീയവൽക്കരണം, കാവ്യവൽക്കരണം എന്നുള്ള ആ പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇർഫാൻ ഹബീബൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ കാവ്യവൽക്കരണം എന്നുള്ള പദത്തേക്കാൾ ഏറ്റവും നല്ലത് ചരിത്രത്തിൻ്റെ കൽപ്പിത കഥാവൽക്കരണം എന്ന ഒരു പ്രയോഗമാണ്. ഏതായാലും ചരിത്രത്തിൻ്റെ നിരങ്കുശമായ അപങ്കുരമായ വർഗീയവൽക്കരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ചരിത്രവിജ്ഞാനീയം എന്ന ഒരു സോഷ്യൽ സയൻസിലെ ഒരു മഹാജ്ഞാന പദ്ധതിയുടെ ഗളഹസ്തമാണ്, ഗളച്ഛേദമാണ് ഇവിടെ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ പറയാൻ ശ്രീമതി മാളവിക ബെന്നിക്ക്. ജയ് ഭീം. സദസ്സിലും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇന്ന് നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ചരിത്രവും ചരിത്ര നിഷേധവും അല്ലെങ്കിൽ ചരിത്ര നിരാസവുമാണല്ലോ. ഞാൻ സാഹിത്യോത്സവം ആയതുകൊണ്ട് തന്നെ മാർഗരറ്റ് അച്ചവുഡിൻ്റെ ഹാൻഡ് മെയ്ഡ്സ് ടെയിൽ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. വളരെ ഒരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന അതിന് ശേഷിയുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്ത ഒരു നോവൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഹാൻഡ് മെയ്ഡ്സ് ടെയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതിനകത്തെ കഥ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥയാണ്. US-ൽ ഒരു ടൊട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയി USA മാറുകയാണ്. അതിൻ്റെ പേര് പോലും മാറ്റി ഗില്യാദ് എന്നുള്ളൊരു പേര് അതിനിടുകയാണ്. അപ്പം പോസ്റ്റ് അപ്പോക്കാലിപ്റ്റ് ആയിട്ടുള്ള, അതായത് ലോകം മുഴുവൻ പൊല്യൂഷൻ വന്നു കഴിഞ്ഞ ആൾക്കാരുടെ ഫെർട്ടിലിറ്റി എല്ലാം, ആൾക്കാരുടെ ഉർവരത എല്ലാം പോയ ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് അതിനകത്ത് വർണ്ണിക്കുന്നത്. അപ്പോൾ വളരെ കുറവ് സ്ത്രീകൾക്ക് മാത്രമേ ഫെർട്ടിലിറ്റി ഉള്ളൂ, കുട്ടികൾക്ക് ജന്മം കൊടുക്കാനുള്ള ശേഷി ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീകളെ എല്ലാം പിടിച്ച് അടിമകളാക്കി വെച്ചിരിക്കുകയാണ് അവിടെയുള്ള വോർലോഡ്സ്, അവിടെയുള്ള യുദ്ധ പോരാളികളായിട്ടുള്ള ആൾക്കാർ. എന്നിട്ട് ഈ സ്ത്രീകളോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട ധർമ്മം ഇതാണ്, കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കണം, സിസ്റ്റത്തിനനുസരിച്ച് വളരുന്ന കുട്ടികളെ നിങ്ങൾ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അവിടെ ഓഫ്രെഡ് എന്ന് പറഞ്ഞ ഒരു വനിത, അവർക്ക് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അവർ ഇവരുടെ പിടിയിലാകുന്ന തൊട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ലേവ് മാസ്റ്റർ ആയിട്ടുള്ള ഫ്രെഡ് എന്ന് പറഞ്ഞ, ഇവരുടെ പേര് തന്നെ ഓഫ് ഫ്രെഡ്. അതായത് ഈ ഒരു വനിതയ്ക്ക് അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്വത്വം പോലും ഇല്ല, അവരുടെ പേര് പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്നു. ഫ്രെഡ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്ലേവ് മാസ്റ്ററുടെ പേരിലാണ് ഫ്രെഡിൻ്റെതായ അടിമ എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഓഫ്രെഡ് പലപ്പോഴായിട്ട് ഈ
റിച്വലൈസ്ഡ് ആയിട്ടുള്ള ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടേണ്ട വരികയാണ് ഈ കുട്ടികളെ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എല്ലാ ദിവസവും ഒഫ്രെഡ് അവരുടെ പാസ്റ്റ് ലൈഫ് ഓർമ്മിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവിനോട് ഒപ്പം ചെലവഴിച്ച കാലവും അവരുടെ അമ്മ അച്ഛന്മാരുടെ കൂടെ ചെലവഴിച്ച കാലവും ഇതിനു മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നു, അപ്പോൾ ആ മോളുടെ കൂടെ ചെലവഴിച്ച കാലവും ഓർമ്മിച്ചാണ് ഈ ദുരിതപൂർണമായിട്ടുള്ള ഈ അടിമ ജീവിതം അവർ റെസിസ്റ്റ് ചെയ്യുന്നതും അവർ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതും. ഇതിൻ്റെ കഥയുടെ അവസാനം ഒഫ്രെഡ് എന്ന് പറഞ്ഞവർ മെയ്ഡേ എന്ന് പറഞ്ഞ ഒരു റെവല്യൂഷണറി വിപ്ലവം നടത്താനിരിക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ ചേരുകയും പിന്നെ അവരോട് തെറ്റുകയും ഇങ്ങനെ കഥ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ ഇതിനകത്ത് രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നൊരു ആൻറ്റ് ലിഡിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആൻറ്റ് ലിഡിയയുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഇവിടെ ക്യാപ്ചറിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ തടവിൽ വെച്ചിരിക്കുന്ന എല്ലാ ഈ അടിമ സ്ത്രീകളെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ഇതാണ് നിങ്ങളുടെ ധർമ്മം, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സിസ്റ്റം മുമ്പിലോട്ട് പോകുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുക എന്ന് പറയുന്ന വളരെ വലിയ ഫിലോസഫർ എന്നറിയപ്പെടുന്ന, എഡ്യൂക്കേറ്റർ എന്നറിയപ്പെടുന്ന ഒരു ആൻറ്റ് ലിഡിയയുടെ കഥാപാത്രമുണ്ട്. പിന്നീട് ഈ കഥയിൽ തന്നെ എപ്പിലോഗിൽ ഒരു ചരിത്രകാരൻ വരുന്നുണ്ട്, ഒരു പ്രൊഫസർ പിക്സി ഓട്ടോ എന്ന് പറഞ്ഞ ഒരു ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ വരുന്നുണ്ട്. അപ്പോൾ അത് 2165 195 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രൊഫസർ സംസാരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഈ പ്രൊഫസർ ഈ ഗില്യാദിൻ്റെ അതായത് ഗില്യാദായി മാറ്റപ്പെട്ട USA കഥയല്ല ചരിത്രം, കോട്ടൻകോട്ട് ചരിത്രം പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് സ്ട്രക്ചർ ആയിരുന്നു, അവിടെയുള്ള മൺപാത്രങ്ങൾ ഇങ്ങനെ ആയിരുന്നു, അവിടെയുള്ള സ്ത്രീകൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള ചരിത്രം പറയുന്ന ഒരു പിക്സിയോട്ടോനെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇന്ന് ചരിത്രം എഴുതുന്നവർക്ക് അല്ലെങ്കിൽ ചരിത്രം നിർമ്മിക്കുന്നവർക്ക് ഈ 3 ചോയ്സസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് ആൻറ്റ് ലിഡിയയെ പോലെ ജീവിക്കാം. ഇപ്പോൾ ഉള്ള സിസ്റ്റം, ഇപ്പോൾ ഉള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം എഴുതപ്പെടുന്ന ചരിത്രങ്ങളോട് അനുരൂപമായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് വ്യാജ ചരിത്ര നിർമ്മിതികൾ ഉണ്ടാക്കി ചരിത്രത്തിൻ്റെ വക്രീകരണങ്ങളോട് ചേർന്ന് നിന്നാൽ നമുക്ക് പത്മശ്രീയും പത്മഭൂഷണും എല്ലാം കിട്ടി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് വളരെ വലിയ രീതിയിലുള്ള സോഷ്യൽ ആക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു ചോയ്സ്, ആൻറ്റ് ലിഡിയ ആയിട്ട് ജീവിക്കാം. രണ്ടാമത്തെ ചോയ്സ്, നമുക്ക് ഈ ഒഫ്രെഡ് ഉള്ള അടിമ വനിതയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതായത് എനിക്കിങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോയി, അപ്പോൾ ആ സാഹചര്യത്തിനെ എനിക്ക് പൊരുതി തോൽപ്പിക്കാൻ വേണ്ടി എൻ്റെ ഓർമ്മയുടെ ശേഷിപ്പുകളെ അല്ലെങ്കിൽ എൻ്റെ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളെ ചേർത്ത് പിടിച്ച് വീണ്ടും വീണ്ടും അതിനെ ഓർമ്മിച്ച് ഞാൻ ഇപ്പോൾ ഈ വ്യവസ്ഥയിലൂടെ ആണെങ്കിലും ഈ വ്യവസ്ഥയെ മറികടക്കാൻ വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കാം. അതിന് പോരാടാൻ നമുക്കുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ്, നമ്മുടെ ഓർമ്മ തന്നെയാണ്. കാരണം സൊസൈറ്റിയുടെ മെമ്മറി, ക്രിസ്റ്റലൈസ്ഡ് മെമ്മറിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നത്. ഇനി അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി, ഇതെല്ലാം ഇങ്ങനെയൊക്കെ നടന്നോട്ടെ, എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കരിയറിലുള്ള ഉന്നമനത്തിന് വേണ്ടി ഇതെല്ലാം തീരുമ്പോൾ വളരെ കൺഡ്യൂസീവായിട്ട് അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുമ്പോൾ ഈ ചരിത്രം ഞാൻ എഴുതാം. എമർജൻസി കഴിഞ്ഞിട്ട് എമർജൻസിയുടെ ചരിത്രം എഴുതുന്നത് പോലെ എമർജൻസി സമയത്ത് നമ്മൾ ആകെ മിണ്ടാതിരുന്നിട്ട് പിന്നീട് എമർജൻസിയുടെ ചരിത്രം എഴുതുന്ന പോലെ ഈ 3 ചോയ്സസും പല രീതികളിൽ എംബ്രേസ് ചെയ്യുന്ന ചരിത്രകാരെ നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ആസ് പീപ്പിൾ ഓർ ആസ് ഹിസ്റ്റോറിയൻസ് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻറ്റ് ലിഡിയ ആകണോ, ഒഫ്രെഡ് ആകണോ, പിക്സിയോട്ടോ ആകണോ എന്നുള്ളത്. ഇതിൽ നമുക്ക് പിക്സിയോട്ടോ അതിനെയാണ് ഇതിനകത്ത് ഏറ്റവും ഈസി, ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ ചരിത്രകാർക്കൊന്നും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഭയങ്കര കലുഷിതമായ സമയമാണ്, ഈ കാലുഷ്യമെല്ലാം മാറിയിട്ട് ചരിത്രം എഴുതാമെന്ന് വിചാരിക്കും. പക്ഷെ ഒഫ്രെഡിനെ പോലെയുള്ള കുറേ മനുഷ്യർ ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ്. അവർ ചിലപ്പോൾ ഈ പ്രൊഫഷണൽ ചരിത്രത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്ന, മാർജിനിൽ നിൽക്കുന്ന മനുഷ്യരായിരിക്കാം. പക്ഷെ അവർ ചരിത്ര നിർമ്മിതിയിലൂടെ സബോൾട്ടൺ ചരിത്രം പറഞ്ഞുകൊണ്ട്, ഭൂലെയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട്, അംബേദ്കറുടെ ചരിത്രം പറഞ്ഞുകൊണ്ട്, മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട്, ഇവിടെയുള്ള കോട്ടൻകോട്ട് കീഴാള ജനത എന്ന് വിളിക്കപ്പെടുന്ന ജനതയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ വിസ്മൃതിയിലേക്ക് പോകാൻ വിസമ്മതിച്ച് നിൽക്കുന്ന കുറേ ചരിത്ര ശകലങ്ങൾ ഒരുമിച്ച് വെച്ചുള്ള ഒരു ചരിത്ര നിർമ്മാണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നും ലോകത്തിൽ
സയൻറ്റിഫിക് നോൺ കമ്മ്യൂണൽ സെക്യുലർ ഹിസ്റ്ററി ഒരു പരിധിവരെയെങ്കിലും വായിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിപ്പം പലപ്പോഴും ചരിത്ര നിരാസം, ഡിനയൽ ഓഫ് ഹിസ്റ്ററി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പം ചരിത്രത്തിൻ്റെ വക്രീകരണം എന്നുള്ളൊരു സ്റ്റേജ്, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ എന്നുള്ള സ്റ്റേജും കഴിഞ്ഞ് ഫാബ്രിക്കേഷൻ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാലമാണ്. പക്ഷെ നമ്മൾ ഈ ഫാബ്രിക്കേഷൻ്റെ കാര്യം പറയുമ്പോഴും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് 2012 കഴിഞ്ഞിട്ടാണ് ഇത്ര വലിയ റാഷണലൈസേഷൻ, നേരത്തെ പറഞ്ഞ പോലെ അയുക്തിവാദം ടെക്സ്റ്റ് ബുക്കുകളിൽ വരുന്നതായും, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഹിസ്റ്ററിയുടെ ഭാരം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കുന്നതായും ഉള്ള പ്രവണത വന്നെന്നുള്ള ഒരു വിചാരം നമുക്കുണ്ട്. പക്ഷെ അത് ഞാൻ ഒട്ടും തിരസ്കരിക്കുന്നില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള റിമൂവൽസും ഡിസ്മിസൽസും ഒമിഷൻസും ഒക്കെ ചരിത്ര ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 56ഓളം കട്ടുകൾ നമുക്ക് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് NCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഇവിടെ ഷിനാസ് സാറ് പല സ്റ്റേറ്റ് ബോർഡുകളിൽ, ഇപ്പോൾ രാജസ്ഥാൻ സ്റ്റേറ്റ് ബോർഡ് സൂചിപ്പിക്കുകയുണ്ടായി, കർണാടക സ്റ്റേറ്റ് ബോർഡ് സിമിലർ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നുന്നത് ഈ കുട്ടികളുടെ പഠനത്തിനെ കുറിച്ച് ഇത്രയധികം ഉത്കണ്ഠയുള്ള ഒരു ജനത ഇന്ത്യക്കാരല്ലാതെ വേറെ ഏതെങ്കിലും ജനത ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ കുട്ടികൾ എന്താണ് പഠിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ ഉത്കണ്ഠയുമില്ല. മാർക്ക് കിട്ടുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠയല്ലാതെ ഇതിന്റെ കണ്ടന്റ് എന്താണ്, കരിക്കുലത്തിനകത്തെ കണ്ടന്റ് എന്താണ് എന്നുള്ള ഒരു ആങ്സൈറ്റി പാരൻസിനുണ്ടോ എന്നുള്ളത്, ഈവൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുണ്ടോ എന്നുള്ളത് നമുക്ക് പലപ്പോഴും ദാറ്റ് ഗിവ്സ് മീ ആങ്സൈറ്റി, ദാറ്റ് ദേ ആർ നോട്ട് ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ് ആൻഡ് വി ആർ നോട്ട് ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ 2012 മുമ്പ്, ഇത് കുറച്ച് പേർക്കെങ്കിലും ഇതിൽ കുറച്ച് നീരസമൊക്കെ വരുമായിരിക്കും, എന്നാലും ആസ് എ ചരിത്രകാരി, ആസ് എൻ അക്കഡമിഷ്യൻ, ആസ് എൻ എഡ്യൂക്കേറ്റർ ഇത് പറഞ്ഞേ മതിയാകുള്ളൂ. 2012 മുമ്പുള്ള ടെക്സ്റ്റുകളും അങ്ങനെ ബഹുകേമോ ആണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എവിടെയാണ് ഷാനാർ ലഹളയെ പ്ലേസ് ചെയ്തിരുന്നത്? 2012 മുമ്പുള്ള ടെക്സ്റ്റൈൽ ഹിസ്റ്ററിയിലാണ് പ്ലേസ് ചെയ്തിരുന്നത്. അതായത് വസ്ത്രങ്ങളുടെ ചരിത്രത്തിലാണ് ഷാനാർ അജിറ്റേഷനെ പ്ലേസ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു വലിയ, എനിക്കത് ഇപ്പോഴും അമ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് അത് എടുത്ത് മാറ്റുന്നതും. ടെക്സ്റ്റൈൽ ഹിസ്റ്ററിയിൽ അത് പ്ലേസ് ചെയ്ത് കൂടാന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെൻറ്റ് എന്നുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മുടെ എത്ര ടെക്സ്റ്റ് ബുക്കുകളിൽ ആ ഒരു സമയത്തുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വളരെ കുറവാണ്. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് എത്ര കണ്ടന്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. ഇന്ത്യൻ റിനായസ എന്ന് പഠിപ്പിച്ചത് ബംഗാളി ഭദ്രലോകിൻ്റെ റിനായസ ആയിരുന്ന ഒരു കാലഘട്ടത്തിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിച്ചു വന്ന ആളാണ് ഞാൻ. സോ ആ ടെക്സ്റ്റ് ബുക്കുകൾ പെർഫെക്റ്റ് ആയിരുന്നില്ല, ബട്ട് ഒരു പരിധി വരെ ആ ടെക്സ്റ്റ് ബുക്കുകൾ സെക്യുലർ ആയിരുന്നു. പക്ഷെ ആ സെക്യുലറിസം ഒരു വളരെ പരിമിതപ്പെട്ട സെക്യുലറിസം ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കാസ്റ്റിനെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു സെക്യുലറിസം ആയിരുന്നത്. ജാതിയും മതത്തിനെയും ഒരുമിച്ച് കോൺഫ്ലേറ്റ് ചെയ്ത് മതത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും കമ്മ്യൂണലിസത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ബ്രാഹ്മണൈസേഷനെ കുറിച്ച് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ NCERTകളും SCERTകളും വർഷങ്ങളോളം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ച NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യയിൽ സ്ലേവറി ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞ്, ഏർലി ഇന്ത്യയിൽ സ്ലേവറി ഇല്ലാതിരുന്നു, പുരാതന ഇന്ത്യയിൽ സ്ലേവറി അടിമത്വം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരെ ഉണ്ടായിരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അത് കേട്ട് പുളകം കൊണ്ട ഒരാളും കൂടെയാണ് ഞാൻ. ഇന്ന ഒരു സ്ഥലത്ത് സ്ലേവറി ഇല്ലായിരുന്നല്ലോ, എൻ്റെ രാജ്യം എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തിൽ സ്ലേവറി ഇല്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളും കൂടിയാണ് ഞാൻ. എന്നാൽ പിന്നീടുള്ള റിസർച്ചേഴ്സിൽ, ഇപ്പോൾ വിനലിൻ്റെ പോലുള്ള റിസർച്ചേഴ്സിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തരിസപ്പള്ളി കോപ്പർ പ്ലേറ്റ് പോലെയുള്ള ചെപ്പേടുകളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അഗ്രസ്റ്റിക്കും നോൺ അഗ്രസ്റ്റിക്കുമായിട്ടുള്ള സ്ലേവ്സിനെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ, അർത്ഥശാസ്ത്രത്തിൽ നിരവധി പരാമർശങ്ങൾ, സ്ലേവ് മാർക്കറ്റ്സ് ഉണ്ടായിരുന്നതിനെ കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നേ നമ്മൾ ഓർക്കണം. ചാതുർവർണ്ണയത്തിനെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ചില മനുഷ്യർ വിവേചനം അനുഭവിക്കേണ്ടി വന്നു. ആരാൽ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുന്നില്ല. എവിടെയോ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഡിസംബോഡീഡ് ആയിട്ടുള്ള വിവേചനം അല്ലല്ലോ. ഏതോ ഒരു സെറ്റ് ഓഫ് മനുഷ്യരാണല്ലോ മറ്റു മനുഷ്യരെ വിവേചനം എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചത്.
പക്ഷേ എപ്പോഴും ഒരു വളരെ സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ എടുത്തുകൊണ്ട്, ഇത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല, സോഫ്റ്റ് ഹിന്ദുത്വ ലൈൻ എടുത്തുകൊണ്ട് ചില മനുഷ്യർക്ക് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ, അവർക്കൊരു പിണക്കം പോലും വരരുത് എന്നുള്ള രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണം നടത്തിയതിൻ്റെ ഒരു അനന്തര ഫലവും കൂടെയാണ് ഇത്ര ഈസി ആയിട്ട് 2012 കഴിഞ്ഞിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകളെ കമ്മ്യൂണലൈസ് ചെയ്യാൻ പറ്റിയത്. കാരണം പെർസ്പെക്റ്റീവൽ ഹിസ്റ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, കുറേ ഫാക്റ്റുകൾ, ട്രിവ്യ മാതിരി കുറേ ഫാക്റ്റുകൾ അവിടെ ഇവിടെ എഴുതി ചേർത്ത് ഇന്ന വർഷങ്ങളിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള കുറേ ടെക്സ്റ്റ് ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ആ ഫാക്റ്റുകളെ ഫാക്റ്റോയിഡുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞത്. അല്ലാതെ പെർസ്പെക്റ്റീവൽ സോഷ്യൽ ജസ്റ്റിസിൽ ഊന്നിയ ഒരു ഹിസ്റ്ററിയുടെ നിർമ്മാണം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്ന് പഠിച്ച, പിന്നീട് അധ്യാപകരായ, പിന്നീട് പാരൻസ് ആയ ഒരു പറ്റം ജനമെങ്കിലും തിരിച്ച് ചോദിച്ചേനെ, ഈ ടെക്സ്റ്റ് ബുക്ക് എന്തിനാണ് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയല്ലേ ഇത് പഠിപ്പിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ ഒരു ജനറേഷൻ ഇല്ലാതായി പോയത് ഇത് കാരണമാണ്. പക്ഷെ പോസ്റ്റ് 2012 ഇതെല്ലാം പറഞ്ഞിരിക്കുമ്പോഴും സയൻറ്റിഫിക് മെത്തേഡ് എന്നുള്ളൊരു കാര്യം ഈ ടെക്സ്റ്റുകളിൽ ഉണ്ടായിരുന്നു. കമ്മ്യൂണലിസത്തിനെതിരെയുള്ള ഒരു ജനറേഷനെ ഒരുക്കാൻ വേണ്ടി ഉള്ള ചില ടെനറ്റ്സ് എങ്കിലും ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ് 2012 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെങ്കിലും, ഫാബ്രിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ചരിത്ര ഡിനായലിൻ്റെ കാര്യത്തിലാണെങ്കിലും, ചരിത്ര നിഷേധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ രീതിയിൽ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം എനിക്ക് തോന്നുന്നത് കീഴടിയിൽ നടക്കുന്ന എക്സ്കവേഷനാണ്. 2017 സമയമാകുമ്പോഴത്തേക്കും 5800ഓളം ആർട്ടിഫാക്റ്റുകൾ അവിടെ നിന്ന് കിട്ടുകയാണ്. ആ ആർട്ടിഫാക്റ്റുകളിൽ പല പോട്ട് ഷെഡ്സ്, 56ഓളം പോട്ട് ഷെഡുകളിൽ, 56ഓ 58ഓ എനിക്ക് എക്സാക്റ്റ് ഓർമ്മ വരുന്നില്ല, എൻ്റെ ഓർമ്മയിൽ 56ആണ്, 56ഓളം മൺപാത്ര ശകലങ്ങളിൽ നിന്ന് തമിഴ് ബ്രാഹ്മി ലിപി കിട്ടുകയാണ്. ഗ്രാഫിറ്റിയിൽ നിന്ന് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചില പ്ലാനറ്റ്സിൻ്റെ പൊസിഷനും ഒക്കെ കിട്ടുകയാണ്. കാർഡിനൽ ഡയറക്ഷനിൽ, തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഉള്ള ഡയറക്ഷനുകളിൽ ബിൽഡിങ്ങുകൾ കെട്ടുകയും സ്ട്രീറ്റ്സ് ലേ ഔട്ട് ചെയ്യുകയും, അതായത് ഹാരപ്പയിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 45ഉം 90ഉം ഡിഗ്രികളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആലിവേസ് അല്ലെങ്കിൽ ഇടവഴികളുള്ള ബിൽഡിങ്ങുകളും മേ ബി ഒരു ടൗൺ ആകാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് കിട്ടുകയാണ്. വൈഗൈ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ആ സിവിലൈസേഷൻ്റെ പല സ്ഥലത്തും അങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടോ എന്ന് നമുക്ക് തർക്കിക്കാം വേണമെങ്കിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം അടിച്ചനല്ലൂർ പോലെയുള്ള, കോർക്കൈ പോലെയുള്ള, പൂമ്പുഹാർ പോലെയുള്ള, നമ്മുടെ കീഴടി പോലെയുള്ള സൈറ്റുകളിലെല്ലാം തന്നെ വളരെ കൾച്ചറൽ സിമിലാരിറ്റി ഉള്ള, സാംസ്കാരികമായി ഒരേപോലെയുള്ള ബ്രിക്കുകൾ നമുക്ക് കിട്ടുകയാണ്, ചുടുകട്ടുകൾ കിട്ടുകയാണ്. ഇതിൻ്റെ പ്രപ്പോർഷൻസ് എല്ലാം 1:4:6. ഹാരപ്പയിൽ നമുക്ക് 1:4:3 എന്നുള്ള ബ്രിക്ക് സൈസസ് ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് 1:4:6 ബ്രിക്ക് സൈസസ് കിട്ടുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വലിയൊരു നാഗരികത സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് 2017 റിപ്പോർട്ട് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് റിപ്പോർട്ട്, ഏകദേശം 1000 പേജോളമുള്ള കീഴടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പിന്നീട് 2019 അമർനാഥ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ASIയുടെ ആർക്കിയോളജിസ്റ്റ് സമർപ്പിക്കുകയാണ്. ഈ സമയത്താണ് ഈ ഒരു റിപ്പോർട്ട് തിരുത്തണം എന്ന് പറഞ്ഞ് ASIയുടെ കയ്യിൽ നിന്ന് റിവൈസ് ചെയ്യണം, തിരുത്തണം എന്നുള്ളത് കറക്റ്റ് വേർഡാണോ എന്നറിയില്ല, ASIയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് റെക്കമെൻഡേഷൻ വരികയാണ്. അദ്ദേഹം അത് തിരുത്താനോ റിവൈസ് ചെയ്യാനോ വില്ലിങ് ആകുന്നില്ല. കാരണം വളരെ സയൻറ്റിഫിക് ആയിട്ട് തന്നെയാണ് ആ റിപ്പോർട്ട്. PDF ആയിട്ട് ഓൺലൈൻ അവൈലബിൾ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാൻ പറ്റും. അതിനകത്ത് ആക്സിലറേറ്റർ മാസ് സ്പെക്ട്രോമെട്രി എന്ന് പറഞ്ഞാൽ, അതായത് C4 ഡേറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മൾ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് സ്ട്രാറ്റിഗ്രഫി നോക്കിയിട്ട്, അതായത് 353 സെൻറ്റിമീറ്ററോളം താഴോട്ട് കുഴിച്ചപ്പോഴാണ് ഇത്രയും വലിയ തോതിലുള്ള ആർക്കിയോളജിക്കൽ റിമെയിൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇപ്പം 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം, ഇങ്ങനെ ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉത്ഖനനം ചെയ്യുന്നത്. ഈ 353 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഡീപ്പാണ്. അപ്പം മിനിമം 2000 വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് സംശയമില്ലാത്ത രീതിയിൽ തെളിയിക്കാൻ പറ്റുന്ന എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പോട്ട് ഷാർട്സിലുള്ള ലിപി വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമാകുകയാണ്. ഒന്ന്, അയൺ
യൂസ് ചെയ്തിരുന്ന ഒരു പറ്റം മനുഷ്യർ പല പല സ്ഥലത്തായിട്ട്, കീഴടിയിൽ മാത്രമല്ല വൈഗൈ റിവറിൻ്റെ പല പല സ്ഥലത്തായിട്ട് ജീവിച്ചിരുന്നു. അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അയൺ യൂസ് ചെയ്യാൻ അറിയായിരുന്നു. കാരണം അയൺ നെയിൽസിൻ്റെയും അയൺ ടൂൾസിൻ്റെയും ആണികളുടെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അയണിൻ്റെ ടൂളിൻ്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2, ഇവർക്ക് ദിക്കുകളെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയായിരുന്നു. ടൗൺ പ്ലാനിങ് ഇവർക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു. 3, ഈ ചന്ദ്രൻ്റെയും പ്ലാനറ്റുകളുടെയും സൂര്യൻ്റെയും ഒക്കെ ഗ്രാഫിറ്റി കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ആസ്ട്രോണോമിക്കൽ ഒബ്സർവേഷൻസിൽ തൽപരരായിരുന്നു. എത്രത്തോളം അറിയാമായിരുന്നു നമുക്കറിയില്ല, തൽപരരായിരുന്നു. ഹൈലി ലിറ്ററേറ്റ് ആയിട്ട് 56ഓളം പോർട്ട്ഷേർട്സിൽ അല്ലെങ്കിൽ മൺപാത്ര ശകലങ്ങളിൽ നിന്ന് നമുക്ക് തമിഴ് ബ്രാഹ്മി ലിപി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പോർട്ട്സിൽ ലിപികൾ വരുമ്പോൾ മിക്ക മനുഷ്യർക്കും, എല്ലാ മനുഷ്യർക്കും നമുക്ക് പറയാൻ പറ്റില്ല, രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സെറ്റ് ഓഫ് മനുഷ്യർക്ക് മാത്രമല്ല ലിറ്ററസി, പൊതുജനത്തിലേക്ക് ലിറ്ററസി എത്തിയെന്നാണ് ഈ പോർട്ട് ഷാർഡുകളിൽ നമുക്ക് ഗ്രാഫിറ്റി അല്ലെങ്കിൽ നമുക്ക് ലിഖിതങ്ങൾ കിട്ടുന്നതിൻ്റെ ഒരു സൂചനയാണ്. എപ്പോഴും അത് കറക്റ്റ് ആകണമെന്നില്ല, പക്ഷെ ഒരു സൂചനയാണ്. അങ്ങനെ ലിറ്ററേറ്റ് ആകാമായിരുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ലിറ്ററസി ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നെന്നും കീഴടി നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇതിനെ എന്തിന് ഭയക്കണം? നമ്മളെ എല്ലാവരെയും ഇന്ത്യൻസ് ആയിട്ട് കാണുന്ന ഒരു ഗവൺമെൻറ്റിന് ദക്ഷിണേന്ത്യയിൽ ഒരു സിവിലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. 2600ഓളം വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു നാഗരികത ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ പേടിയുടെ ആവശ്യമില്ലല്ലോ. ഇതെല്ലാം ഇന്ത്യയിൽ ബിലോങ് ചെയ്യുന്ന കാര്യമല്ലേ. പക്ഷേ 600 BCക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2600 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഉത്തരേന്ത്യയിൽ രണ്ടാമതായി നഗരവൽക്കരണം, സെക്കൻഡ് അർബനൈസേഷൻ എന്ന് ഞങ്ങൾ ഹിസ്റ്റോറിയൻസ് വിളിക്കുന്ന പ്രക്രിയ, ഹാരപ്പ കഴിഞ്ഞിട്ട് നടക്കുന്ന നാഗരികത അല്ലെങ്കിൽ നഗരവൽക്കരണം ഉത്തരേന്ത്യയിൽ മാത്രമാണ്, അത് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉള്ള ഒരു വാദം മുഴുവനായിട്ടും പൊളിഞ്ഞു പോകും ഈ കീഴടി എന്നുള്ള ഒറ്റ സൈറ്റിൻ്റെ പിൻബലത്തിൽ. അതായത് ഇവിടെയും അർബനൈസേഷൻ നടന്നിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നടന്ന അർബനൈസേഷനെക്കാളും മേ ബി ഒരു പടി കൂടുതൽ ഇവിടെ അർബനൈസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം അയണിൻ്റെ വളരെ ഏർലി യൂസ് നമുക്ക് ഈ കീഴടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള വാദം വരുന്നു. പക്ഷേ ഇവിടെയാണ് എല്ലാ പക്ഷത്തു നിന്നും പൊളിറ്റിസൈസേഷൻ ഓഫ് ഹിസ്റ്ററി സംഭവിക്കുന്നത്. ഇത് പറഞ്ഞു വരുത്തുന്നത് എങ്ങനെയാണ്? കുറച്ച് സെറ്റ് ഓഫ് മനുഷ്യരെങ്കിലും കീഴടി ഹാരപ്പയോളം പഴക്കമുണ്ട്, അല്ലെങ്കിൽ ഹാരപ്പയിൽ നിന്ന് വന്ന മനുഷ്യരാണ് കീഴടി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഹാരപ്പയെക്കാളും നിങ്ങൾ ചാറ്റ് GPT-യും AI-യും ഒക്കെ എത്ര കള്ളത്തരം പറയുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് മനസ്സിലാകുന്ന അവിടെയാണ്. നിങ്ങൾ ഇന്നും ഗൂഗിൾ AI-യോട് ചോദിച്ചാൽ ഗൂഗിൾ AI-യുടെ ഒരു ആൻസർ എന്ന് പറയുന്നത് കീഴടി ഹാരപ്പയുടെ അത്രയും പഴക്കമുണ്ടെന്നോ അല്ലെങ്കിൽ ഹാരപ്പയെക്കാളും പഴക്കമുണ്ടെന്നാണ്. അവിടുത്തെ ആർക്കിയോളജിസ്റ്റുകൾ ഇത് ക്ലെയിം ചെയ്തിട്ടില്ല. അവിടുത്തെ ഹാരപ്പയുടെ പഴക്കം 3300 BCE ആണ്. കീഴടിയുടെ പഴക്കം ഇന്ന് അവർ അവകാശപ്പെടുന്ന 2600 BCE ആണ്. 2600 BP ആണ്. 2600 വർഷങ്ങൾ പഴക്കം 600 BCE ആണ്. അപ്പോൾ ഈ 600 BCEക്കും സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും പഴക്കമുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളതെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. അതൊരു തദ്ദേശീയവാദം തന്നെയാണ്. എല്ലാ തദ്ദേശീയവാദങ്ങളെയും എതിർക്കപ്പെടേണ്ടതാണ്. അത് തമിഴ് തദ്ദേശീയവാദമാണെങ്കിലും നോർത്ത് ഇന്ത്യൻ തദ്ദേശീയവാദമാണെങ്കിലും ഏത് തദ്ദേശീയവാദം, എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ജീവിക്കേണ്ട അത്രയും ബഹുസ്വരമായിട്ടൊരു കൺട്രിയാണ് നമ്മുടെ കൺട്രി. ഏത് കൈൻഡ് ഓഫ് സൺസ് ഓഫ് ദ സോയിൽ വാദവും എതിർക്കപ്പെടേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണിത്. അതുമല്ല, പഴമയ്ക്ക് സിഗ്നിഫിക്കൻസ് കൊടുക്കേണ്ട, അതിൽ അഭിരമിക്കേണ്ട, അതിൽ ഗ്ലോറി കണ്ടെത്തേണ്ട ആവശ്യം നമുക്കില്ല. പല മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചതിൻ്റെ എവിഡൻസ് നമുക്ക് കീഴടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് മേക്സ് കീഴടി സോ ഫാന്റാസ്റ്റിക്. വലിയ രീതിയിലുള്ള ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷൻ, പല രീതിയിലുള്ള മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നെന്നും ഈ തമിഴ് ബ്രഹ്മി ലിപിയിൽ തന്നെ ഇട്ട എന്നുള്ള ഒരു വാക്ക് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് കിട്ടുന്നുണ്ട്. അതൊരു സർനെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നെയിം ആയിരിക്കാം. അത് ബൗദ്ധ പാരമ്പര്യത്തോട് ചേർത്ത് ആണ് യൂഷ്വലി നമ്മൾ ഈ ഇട്ട എന്നുള്ള ഈ ഒരു ടേം കാണാറ്. അപ്പോൾ ബൗദ്ധ പാരമ്പര്യത്തിലും മറ്റു പാരമ്പര്യങ്ങളിലുമുള്ള പല മനുഷ്യർ ജീവിച്ച ഒരിടമായിരുന്നായിരിക്കാം ആ നാഗരികത. അതിൽ നമുക്ക് സന്തോഷിക്കാൻ കാരണം അവിടെ ബഹുസ്വരത ഉണ്ടായിരുന്ന ഒരു സൈറ്റ് ആയിരുന്നായിരിക്കും. അത് നമ്മൾ സംഘകാല കൃതികൾ അല്ലെങ്കിൽ പോസ്റ്റ് സംഘകാല കൃതികളായിട്ടുള്ള ശിലപ്പതികാരവും മണിമേഖലയിലും പറയുന്നത് പോലെ.
ആ കൃതികൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ആർക്കിയോളജി നേരത്തെ ഉണ്ടായിരുന്ന ഈ ടെക്സ്റ്റുവൽ റെഫറൻസസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ചരിത്രത്തിനെ കൺഫേം ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ പുതിയൊരു കാര്യം ഉണ്ടായതുപോലെയാണ് പലപ്പോഴും ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. നമുക്ക് ആർക്കിയോളജിയുടെ ഒരു മിസ്യൂസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഹാരപ്പയുടെ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഹോഴ്സ് പ്ലേ ആയിട്ട് ഹാരപ്പ കാണാൻ പറ്റും. കീഴടിയുടെ കാര്യത്തിലും ഇങ്ങനെയാണ്. ഇത് സ്റ്റേറ്റ് ഇന്റർവെൻഷനിലൂടെ നടക്കേണ്ട കാര്യമല്ലല്ലോ. ഇത് സയന്റിഫിക് റിഗറസ് അനാലിസിസിലൂടെയാണ് ചരിത്രം എഴുതപ്പെടേണ്ടതും ചരിത്രം നിർമ്മിക്കപ്പെടേണ്ടതും മനസ്സിലാക്കപ്പെടേണ്ടതും. പക്ഷെ അതിൽ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ വരുമ്പോൾ സംഭവിക്കുന്നത് ഇത് പൊളിറ്റിസൈസ്ഡ് ആകും. നമുക്ക് പറയേണ്ടി വരും ഇനി ഇത്രയും പഴക്കമുള്ളതിനേക്കാളും പഴക്കമുണ്ട്. ആന്റിക്വേറിയൻ ആയിട്ടുള്ള ഡിമാൻഡ്സിലേക്ക് നമ്മൾ പലപ്പോഴും ഹിസ്റ്റോറിയൻസ് വരെ കൂപ്പുകുത്തി വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ദേശീയതയുടെ ബോധങ്ങളിലേക്ക് എന്താണ് ഈ ചരിത്രത്തിനെ കൂട്ടിക്കെട്ടുമ്പോൾ വരുന്ന വലിയ മിസ്ഹാപ്സ് ആണ്. പക്ഷെ കീഴടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേറെ പല കാര്യങ്ങളും, ഇവിടെ ടെക്നോളജി എങ്ങനെ മുമ്പോട്ട് പോയി എന്നുള്ളതിൻ്റെ എവിഡൻസ് നമുക്ക് കീഴടിയിൽ നിന്ന് കിട്ടും. ഇവിടെ ഒരു നഗരവൽക്കരണം, പല രീതിയിലുള്ള മനുഷ്യർ ഒരുമിച്ച് വന്ന് ജീവിക്കുമ്പോഴും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൗൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്, എങ്ങനെയാണ് ട്രേഡ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നഗരവൽക്കരണം ഉണ്ടായി, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊന്നും നമുക്കിപ്പോൾ ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ പൊളിറ്റിസൈസ്ഡ് ആകുന്ന പല സൈറ്റുകൾ ഇന്ത്യയിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് കീഴടിയെക്കുറിച്ച് തോന്നുന്ന ഒരു കാര്യം, കീഴടിയുടെ കാര്യത്തിൽ മാത്രമേ ഇവർ എവിഡൻസ് ചോദിക്കുന്നുള്ളൂ. ബാക്കി ഒന്നിനും ഇവർ ഒരു എവിഡൻസും ചോദിച്ചിട്ടില്ല. ബി ലാൽ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും എക്സ്കവേഷൻ നടത്തി ആകെ 23ഓളം ആരോ ഹെഡ്, കുന്തമുനകൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അമ്പിൻ്റെ മുനകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പക്ഷെ ആർക്കും സംശയമില്ല രാമായണവും മഹാഭാരതവും നടന്നോ നടന്നില്ലേന്ന്. കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. അത് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് എന്നുള്ള മട്ടിൽ അവർക്ക് പറയുന്നതിന് കുഴപ്പമില്ല. ആരും തിരിച്ച് എവിഡൻസ് ചോദിക്കുന്നില്ല. അത് 2000 ആണ്ട് മുമ്പേ നടന്നയാണോ, 10000 ആണ്ട് മുമ്പേ നടന്നയാണോ, 5000 ആണ്ട് മുമ്പേ നടന്നയാണോ, എവിടെയാണ് പ്രൂഫ് എന്നാരും തിരിച്ച് ചോദിക്കുന്നില്ല. വളരെ നിശ്ചയത്തോടെ ആൾക്കാർ പറയും 5000 വർഷം മുമ്പേ നടന്നയാണ്. 5000 വർഷം മുമ്പ് ഇവിടെ ആര്യന്മാർ വന്നിട്ട് പോലുമില്ല. അപ്പോഴാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ പോകുന്നത്. അപ്പം എവിഡൻസിൻ്റെ ഓണസ് മുഴുവനും പ്രോഗ്രസീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പുറത്തും, അല്ലെങ്കിൽ എവിഡൻസിൻ്റെ ഓണസ് മുഴുവനും ദക്ഷിണേന്ത്യക്കാരുടെ പുറത്ത് വരുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലും കൂടെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. കാരണം അമർനാഥ് രാമകൃഷ്ണനോട് എവിഡൻസ് ചോദിക്കുകയാണ്. അദ്ദേഹം സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനെ തിരുത്താൻ ഉള്ള രീതിയിൽ അത് കഴിഞ്ഞിട്ട് വന്ന ആൾ പറയുകയാണ് ഇവിടെ കൾച്ചറൽ കണ്ടിന്യൂറ്റി ഇല്ല, ബ്രിക് സൈസസിൽ കണ്ടിന്യൂറ്റി കാണുന്നില്ല. തിരിഞ്ഞു നിന്ന് നമ്മൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അയോധ്യയുടെ ക്ഷേത്രത്തിൽ ഏത് ബ്രിക് സൈസാണ് നിങ്ങൾ കണ്ടുപിടിച്ചത്? നിങ്ങൾ ആ സ്ട്രക്ചർ ഒരു അമ്പലമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരമേ ഇല്ല. വളരെ ഉറപ്പാണ് ബാബറി മസ്ജിദ് സെൻട്രൽ ഡോമിന്റെ ഏറ്റവും താഴെയാണ് രാമൻ ജനിച്ചതെന്ന് ഒരു എവിഡൻസും ഇല്ലാതെ പറയാൻ യാതൊരു കുഴപ്പമില്ല. തിരിച്ച് നമ്മളോട് എവിഡൻസ് ചോദിക്കും. എവിഡൻസ് ചോദിക്കുക മാത്രമല്ല, നമ്മളത് പ്രൂവ് ചെയ്യുകയും വേണം. പ്രൂവ് ചെയ്താൽ കൂടി ആ 2 വർഷം ആ ഒരു എക്സ്കവേഷൻ റിപ്പോർട്ട് പിടിച്ചു വെക്കുക മാത്രമല്ല, അതിനെ റിവൈസ് ചെയ്യാൻ ചോദിക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായിട്ട് ഹിസ്റ്ററി ചെയ്യാൻ പറ്റാത്ത, ആർക്കിയോളജി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ റൂളിംഗ് ഡിസ്പെൻസേഷൻ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു സമയത്ത് ചരിത്ര നിർമ്മാണം നടത്തേണ്ടി വരുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. പക്ഷെ ആ ഡിഫിക്കൽട്ടിയിലൂടെ കടന്നു പോകാൻ നമ്മൾ വില്ലിങ് ആകണമെന്നും ആ ചരിത്ര നിർമ്മാണത്തിലെ റിഗറും മെത്തേഡും കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യമുണ്ടെന്നും, ഓരോ പ്രാവശ്യം ചരിത്രമെന്ന് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യം ശരിക്കും ചരിത്രമാണോ എന്ന് ചോദിക്കുന്ന ഒരു ജനത, അത് 100% ജനമില്ലെങ്കിലും അതിൽ തന്നെ ഒരു 10% മനുഷ്യരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ പൊളിഞ്ഞു വീഴാവുന്ന ചരിത്രത്തിന്റെ ഡിസ്റ്റോർഷൻസേ ഇപ്പോഴും നടന്നിട്ടുള്ളൂ. തിരിച്ച് സോഴ്സ് എവിടെയാണ്, എവിഡൻസ് എവിടെയാണ്, നിങ്ങൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഈ പൊള്ളയായ ചരിത്രങ്ങളോട് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വാട്സാപ്പ് ഹിസ്റ്റോറിയൻസിനോട് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ, പൊളിഞ്ഞു വീഴാവെന്നുള്ള ഡിസ്റ്റോർഷൻസും ഫാബ്രിക്കേഷൻസുമേ ഇന്നുവരെയും നടന്നിട്ടുള്ളൂ. നമുക്കത് ചോദിക്കാൻ പറ്റാത്തതിൻ്റെ, അല്ലെങ്കിൽ ചോദിക്കാനുള്ള ഫിയർ സൈക്കോസിന്റെ ഒരു പ്രവചനമാണ് മാർഗരറ്റ് അറ്റ്വുഡ് ഹാൻഡ്മെയ്ഡ്സ് ടെയിലിൽ നടത്തിയിരിക്കുന്നത്. സോ ആൻഡ് ദ ക്വസ്റ്റ്യൻ റിമെയിൻസ് വെദർ ആൻഡ് ലിഡിയ ആയിട്ട് ജീവിക്കണോ, ഒഫ്രെഡ് ആയിട്ട് ജീവിക്കണോ, അതോ ഫ്യൂച്ചറിലെ പിക്സിയാട്ടോ ആയിട്ട് ജീവിക്കണോ എന്ന്. താങ്ക് യു മാളവിക.
മാളവിക കീഴടിയെപ്പറ്റി, സ്ലേവറിയെപ്പറ്റി, ബി ലാലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അർത്ഥസമ്പുഷ്ടമായ സാരഗർഭമായ കാര്യങ്ങൾ പറഞ്ഞു. അതിനിടയ്ക്ക് 1-2 മിനിറ്റ് ബി ലാലിനെ ഇതോട് അനുബന്ധമായി പരസ്പര പൂരകമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ബി ലാൽ 2003 ഞാൻ ബി ലാലിനെ ആദ്യമായി കാണുന്നതും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും. അന്ന് 2001-2002 കാലത്ത് അന്തരിച്ച MGS നാരായണൻ ICH ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹോം സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ബാംഗ്ലൂർ, അങ്ങനെ അസം, പല ദിക്കുകളിലേക്കും യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിലെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോകവേ ഞാനും പോയി. അങ്ങനെയാണ് ബി ലാൽ ചരിത്രം പഠിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പരിചിതനാണ്. അദ്ദേഹമാണ് ഏർലി ഹാരപ്പൻ കാളിബംഗാൻ, രാജസ്ഥാനിലെ കാളിബംഗൻ എന്ന സ്ഥലത്ത് ഏർലി ഹാരപ്പൻ പീരീഡിൽ, മെച്ചോ ഹാരപ്പൻ പീരീഡിൽ അല്ല, ഏർലി ഹാരപ്പൻ പീരീഡിൽ തന്നെ പ്ലൗഡ് ഫീൽഡ്, കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച വയൽ കണ്ടെത്തിയ വ്യക്തിയാണ്. ആർക്കിയോളജിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം പ്രഗത്ഭനാണ്. അദ്ദേഹമാണ് 70കളുടെ മധ്യത്തിൽ ഈ 6 രാമായണ സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള ഒരു പര്യവേക്ഷണം ആരംഭിച്ചത്. അങ്ങനെയാണ് അയോധ്യ ബാബരി മസ്ജിദിൻ്റെ അടുത്തുള്ള പള്ളിയുടെ ഒരു പ്രദേശത്ത് ചെറിയ തോതിൽ ഉദ്ഖനനം നടത്തുകയുണ്ടായി. പിന്നീട് ഈ അയോധ്യ പ്രശ്നം, ബാബരി മസ്ജിദ്, രാമ ജന്മഭൂമി പ്രശ്നം 80കളുടെ അന്ത്യപാദത്തോടെ വലിയ രീതിയിൽ പ്രശ്നമാവുകയും ഒക്കെ ചെയ്തപ്പോൾ ബി ലാൽ ഹിന്ദുത്വവാദികൾക്ക് ഏറ്റവും അധികം ഇന്ധനം പകർന്ന ഒരു ആർട്ടിക്കിൾ മുംബൈയിൽ നിന്ന്, അന്നത്തെ ബോംബെയിൽ നിന്ന്, ഇന്നത്തെ മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന, ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ എന്നറിയില്ല, മന്ദൻ എന്ന വാരികയിൽ അദ്ദേഹം എഴുതി, താനും സംഘവും അന്ന് അടുത്ത് ഉദ്ഖനനം നടത്തിയപ്പോൾ ക്ഷേത്രത്തിൻ്റേതെന്ന് കരുതപ്പെടുന്ന ശിലാസ്തംഭങ്ങൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു, താങ്കൾ ഉദ്ഖനനം നടത്തിയിട്ട് 10-15 കൊല്ലമായി, അതും ആ ഉദ്ഖനന റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാത്രമല്ല അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയെന്ന് പറയുന്ന ഈ കണ്ടെത്തൽ താങ്കൾ മുംബൈയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു RSS പ്രസിദ്ധീകരണത്തിലാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനെന്ത് വിശ്വാസ്യത? ഇങ്ങനെ ഈ പ്രശ്നം കത്തി നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പിന് വലിയ തോതിൽ ഹരവും ഇന്ധനവും നൽകുന്ന ഈ പ്രബന്ധം ഒരു അംഗീകൃതമായിട്ടുള്ള ആർക്കിയോളജി ജേണലിലല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത്? അദ്ദേഹം MGSനോട് അപ്പോൾ ചോദിച്ചത് ഈ ചങ്ങാതിയെ എവിടെ നിന്ന് കിട്ടി എന്നാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഫോളോ ചെയ്തിരുന്നു. പിന്നെ സ്ലേവറിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇന്ത്യയുടെ കീഴടി എക്സ്കവേഷൻ വലിയ തോതിൽ ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് വിനിൽ പോളിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ മാളവിക ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു നാൽക്കൂട്ട പെരുവഴിയാണ്. പ്രാചീന കാലം തൊട്ടേ ആദ്യത്തെ ഇന്ത്യക്കാർ, ഫസ്റ്റ് ഇന്ത്യൻസ് 70,000 കൊല്ലം മുമ്പാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ ലോകത്തിൻ്റെ ഇന്നത്തെ അറേബ്യയിലേക്ക്, സൗദി അറേബ്യ അല്ല, അറേബ്യൻ ആ ഭാഗത്തേക്ക് ഉണ്ടാവുന്നത്. അവിടുന്ന് ഏതാണ്ട് 65,000 കൊല്ലം മുമ്പ് ഇന്ത്യൻ ഈ സൗത്ത് ഏഷ്യയിലേക്ക് എത്തിച്ചേർന്നവരാണ് ഫസ്റ്റ് ഇന്ത്യൻസ്. ഈ ഫസ്റ്റ് ഇന്ത്യൻസും ഇറാനിലെ സാഗ്രോസ്, ഇറാൻ അന്നൊന്നും ഈ ദേശരാഷ്ട്രങ്ങളില്ല, ആ സാഗ്രോസ് ആ മലയടിവാരത്തിൽ നിന്ന് വന്ന കർഷകരും ഇടയന്മാരുമായ ആളുകൾ കൂടിച്ചേർന്ന് ഫസ്റ്റ് ഇന്ത്യൻസും, അങ്ങനെയാണ് ഈ ഹാരപ്പൻ സംസ്കാരം. അതൊരു മെഹർഗർഗ്, ബലൂചിസ്ഥാനിലെ കച്ചി പ്ലെയിൻസിൽ നിന്ന് ഒരു 7,500 BCE മുതൽ ചെറിയ രീതിയിൽ തുടങ്ങി അങ്ങനെ ഒരു 2600 BCE ആവുമ്പോഴാണ് മെച്ചൂറായിട്ട് മാറുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മെച്ചൂറായിട്ട്. ഇപ്പോൾ ജോൺ മാർഷൽ തന്നെ 1924 ഇലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ് എന്ന ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കണ്ടെത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം 1923 ഒരു 6-7 മാസക്കാലം ദീർഘകാല അവധിയെടുത്ത് ലണ്ടനിലേക്ക് പോയിരുന്നു. ഇത് കുഴിച്ചത് RD ബാനർജിയും DR സാഹ്നിയും. ബാനർജിയാണ് മോഹൻജദാരോ മൊത്തം കുഴിച്ചെടുത്തത്. അങ്ങനെ ഈ മോഹൻജദാരോ വന്ന് ഈ ജോൺ മാർഷൽ
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ജോൺ മാർഷൽ കാണുമ്പോൾ അത്ഭുത പരതന്ത്രനാവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫ്രാൻസിലെ നോത്രദാം പള്ളി, അല്ലെങ്കിൽ ആ യൂറോപ്പിലെ വളരെ പ്രാചീനത്വം അവകാശപ്പെടുന്ന വലിയ ഗംഭീരങ്ങളായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അന്നൊക്കെ അവിടങ്ങളിൽ ചെന്നായ്ക്കൾ ഓരിയിട്ട് നടക്കുമ്പോൾ അതിനും 10,000-2000 കൊല്ലം മുമ്പ്, ഇന്നത്തെ ഇത് എടുത്താൽ 4,500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൃഷി അറിയുന്ന സംസ്കൃത ചിത്തരായ ലിപി അറിയുന്ന ഒരു ജനത അധിവസിച്ചിരുന്നു എന്ന് യൂറോസെൻട്രിക് വീക്ഷണമൊക്കെ മാറ്റി നിർത്തി അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് സാംസ്കാരിക കീഴടി കൂടുതൽ ഗവേഷണ വിഷയമാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നേരത്തെ സ്ലേവറിയെ പറ്റി സൂചിപ്പിച്ചു. ഇപ്പോൾ ഹിന്ദുത്വവാദികളുടെ പേർത്തുമുള്ള ഒരു ആഹ്വാനം, വാദം, നാഴികക്ക് 40 വട്ടം അവർ പറയാറുള്ളത്, ഇന്ത്യ ഒരു സഹസ്രാബ്ദം അടിമത്തത്തിലായിരുന്നു. മുസ്ലിം കാലഘട്ടത്തിൽ മിഡീവൽ പീരീഡിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു സഹസ്രാബ്ദം അടിമത്തം. അപ്പോൾ റോമില താപ്പർ അവരുടെ ഒരു പ്രബന്ധത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഒരു സഹസ്രാബ്ദമല്ല, അതിനേക്കാളധികം ഇന്ത്യയിൽ അടിമത്തം, മനുഷ്യാന്തസ് ഇല്ലാതെ ജീവിച്ച ഒരു വലിയ ജനവിഭാഗമുണ്ടായിരുന്നു. അവരുടെ അടിമത്തത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അടിമത്തവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പൊതുവിലും കേരളത്തിൽ വിശേഷിച്ചും ധാരാളം ഗവേഷണങ്ങളും എഴുത്തും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് വിനിൽ പോൾ. ഇന്ത്യയിലെ ഈ അടിമത്തത്തെ ചരിത്രത്തിൽ എങ്ങനെയാണ്, നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥം ആർ ശർമ്മയുടെ പുസ്തകമായിരിക്കണം. NCERT-യിലെ ഇന്ത്യയിൽ അടിമത്തം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഇപ്പോൾ തരിസാപ്പള്ളി ചെപ്പേടിൽ പോലും ആളെ കൈമാറുന്നുണ്ട്. ഭൂമി കൈമാറുമ്പോൾ ആളും കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അടിമത്ത വ്യവഹാരം? അതുപോലെ മാളവിക ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കാസ്റ്റ് വേണ്ട തോതിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നുള്ള ഒരു കാര്യവും ഇത് രണ്ടും കൂടി ചേർത്ത് പറയും. നമസ്കാരം. ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാഠപുസ്തകങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ചരിത്രം എന്ന വൈജ്ഞാനിക മേഖല കൈകാര്യം ചെയ്യുന്ന മേഖലകളെ ഭയങ്കര വിമർശനപരമായി കാണാറുണ്ട് ആളുകളെല്ലാം തന്നെ. വലിയ ആവേശത്തോടുകൂടി ഭയങ്കര ഹിന്ദുത്വ വിമർശനങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ പാഠപുസ്തകത്തെ ഇപ്പം മാളവിക സൂചിപ്പിച്ച് നിർത്തിയ പോലെ തന്നെ ഇപ്പം നമ്മൾ പാഠപുസ്തകങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പം അതിനത് വെട്ടിമാറ്റിയതിനെ സംബന്ധിച്ച് ഭയങ്കര ചർച്ചകളുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് 80-കൾ മുതൽ തന്നെ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്ന സമയം മുതൽ തന്നെ ഇവർ എപ്പോഴൊക്കെ കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നു ആ സമയം മുതലൊക്കെ ഇവർ ചെറിയ തോതിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി സർക്കിളിലുള്ള അക്കാദമിക പണ്ഡിതന്മാരെല്ലാവരും തന്നെ ഡൽഹി തെരുവുകളിൽ ഇറങ്ങി തന്നെ സമരം ചെയ്യുന്നു. അതിനെതിരായിട്ട് ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഉന്നയിക്കപ്പെടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയ ഘോരഘോരമായി ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇന്നും ചൂണ്ടിക്കാണിക്കുന്നതൊക്കെയുണ്ട്. പക്ഷേ ഒരു കാലത്തും ജാതിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇവർ വെട്ടിമാറ്റിയതിനെ സംബന്ധിച്ച് പറഞ്ഞു ഇവിടെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇവിടുത്തെ പാഠപുസ്തകങ്ങൾ ആരെയൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പം ഇതെല്ലാം ഒറ്റ ചരടിൽ കോർക്കാൻ സാധിക്കുന്ന രചനകളായിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഒരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു മാർജിനലൈസ്ഡ് സെക്ഷൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചരിത്രത്തെയും പാഠപുസ്തകങ്ങളെയും പരിശോധിക്കുമ്പോൾ മാർക്സിസ്റ്റ് ചരിത്രരചനാ പദ്ധതികളും ഹിന്ദുത്വ ചരിത്രരചനാ പദ്ധതികളും പോസ്റ്റ് കൊളോണിയൽ പദ്ധതികളുമെല്ലാം ഏതാണ്ട് ഒരേ റൂട്ടിൽ കൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. കാര്യം ഇവരൊന്നും പ്രധാനപ്പെട്ട ഇന്ത്യ നേരിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാതെ എപ്പോഴും മറ്റ് ചില കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ഭയങ്കര സിമിലറായിട്ട് തോന്നും പല നിമിഷങ്ങളും. ഒരുപക്ഷെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ അവിടെ പറയുന്ന ഒരു പക്ഷേ ഒരു മോശമായ ഒരു പഴഞ്ചൊല്ല് തന്നെയായിരിക്കും. പറഞ്ഞാൽ അമ്മച്ചി തല്ലുകൊള്ളു, ഇല്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി തിന്നും. ഇതാണ് കണ്ടീഷൻ. അതായത് ഇന്ത്യയിലെ നമ്മൾ ചരിത്രത്തെയും ചരിത്ര രചനകളെയും പാഠപുസ്തകത്തെയും പരിശോധിച്ച് കഴിഞ്ഞാൽ
ഒരു കാലത്ത് ഇത് എക്കാലത്തും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന പദ്ധതികൾ തന്നെയായിരുന്നു. അത് ഏത് ഹിസ്റ്റോറിയന്മാരെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാലും അവരെല്ലാം പല ഗവേഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ലോകത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ PhD പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ തന്നെയാണ്, തർക്കമില്ല. പക്ഷേ ഇവർ ആരെക്കുറിച്ചാണ് സംസാരിച്ചത്? ഇന്ത്യയുടെ ചരിത്രം എന്ന നിലയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അത് നമ്മൾ പണ്ട് ഇവരെല്ലാം ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റുകൾ, ഇൻഡോളജിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള ഒരു ഇന്ത്യ ചരിത്രത്തിന് ഇവർ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനുശേഷം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ സിമിലറായിട്ട് ചില നിമിഷങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞാലും നമുക്കറിയാവുന്ന ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഹിസ്റ്റോറിയൻ തന്നെയാണ് ഇർഫാൻ ഹബീബിനെ നമുക്ക് അറിയാം. അപ്പോൾ അദ്ദേഹം മറ്റേ പീപ്പിൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു കുറേ വോള്യങ്ങളുടെ എഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ഒരു എക്കണോമിക് ഹിസ്റ്റോറിയൻ എന്ന നിലയിലും കൂടെ അദ്ദേഹം ഇന്ത്യയുടെ സമ്പത്തിനെ കുറിച്ച് ഭയങ്കരമായി ചർച്ച ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്ന സമ്പത്ത്, ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു സാമ്പത്തിക ക്രമം, ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സമ്പത്തിൻ്റെ അളവിൻ്റെ ഒരു ഭീകരത, ഹിമാലയ പോലെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സമ്പത്തിനെ കുറിച്ച് അദ്ദേഹം ഭയങ്കര കാര്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതേ സെയിം സാധനം തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ രീതിയിൽ വരുന്ന ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പ് ഇവിടെ ഭയങ്കര സമൃദ്ധമായിട്ടൊരു സ്വർഗ്ഗരാജ്യമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മളവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ സമ്പത്ത് ആരുടെ ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി പറയുമ്പോഴത്തേനും ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തിരുവിതാംകൂറും കൊച്ചി രാജ്യത്തിനും ഭയങ്കര സമ്പത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും തന്നെ ഒരു പ്രയോജനമില്ല, അല്ലെങ്കിൽ ആ സമ്പത്ത് ഉണ്ടാക്കിയ മനുഷ്യന്മാരെ അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമ്മൾ പാഠപുസ്തകങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആലോചനകളിൽ നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കുഴപ്പം അതാണ്. ഇവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേറൊരു രീതിയിൽ ചിത്രിക്കുക, അല്ലെങ്കിൽ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ആയി പോകാനുള്ളൊരു ഇതൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ച, കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണക്കാരായ വളരെ പ്രധാനപ്പെട്ട നിരവധി വ്യക്തികളുണ്ട്. അപ്പം അവരെ ഒന്നും തന്നെ പറയാതെ പലപ്പോഴും ഇത്തരത്തിലുള്ള യാതൊരു തെളിവുകളുമില്ലാതെ, ഇപ്പം കൃത്യമായി ഉദാഹരണം പറഞ്ഞ് നമുക്ക് ചാവറ കുര്യാക്കോസ് അച്ഛനെ പോലുള്ള ആളുകളുടെ കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുള്ള ചില പിടിവാശികൾ നമ്മൾ നടത്തുന്നു. അവരെക്കുറിച്ച് മാത്രമായിരിക്കണം, അതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കുന്നു, സമരങ്ങളൊക്കെ നയിക്കുന്നതായിട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ പേര് പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയ. എന്നാൽ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു ഇടത്തിലും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ചരിത്രം അക്കാദമികമായി പഠിക്കാൻ ശ്രമിച്ച, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ ശ്രമിച്ച ആരും തന്നെ ഈ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തെ ബോധപൂർവ്വം ഒഴിവാക്കുന്നതല്ല, കാരണം ഇത്രേ ഉള്ളൂ, അതിനെക്കുറിച്ച് തെളിവുകളില്ല എന്നുള്ളത് കാരണത്താലാണ് ഇദ്ദേഹം ദളിതർക്കിടയിൽ അല്ലെങ്കിൽ മറ്റു മോശപ്പെട്ട സമൂഹത്തിനിടയിൽ നിന്നുള്ളായിരുന്ന മനുഷ്യന്മാർക്കെതിരെ വേണ്ടി വിദ്യാഭ്യാസപരമായി എന്തൊക്കെയോ പ്രവർത്തിച്ചു എന്ന് വാദം കൊണ്ട്. പക്ഷേ ഇത് കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അക്കാദമികമായ യാതൊരു തെളിവുമില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഒരേ സമയം രണ്ട് ഭാഗത്ത് മൂർച്ചയുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ അധികാരം ആകുന്ന ആളുകൾ, അല്ലെങ്കിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ പഠനങ്ങൾ മൊത്തം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാശിനെ അഡ്രസ്സ് ചെയ്യാതെ ഈ സമ്പത്ത് എങ്ങനെ ഉണ്ടായെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് സമ്പത്ത് ഉണ്ടാക്കിയത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. കാര്യം പറഞ്ഞാൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയന്മാരുടെ ഒരു തുടക്കം, ഇപ്പം നമ്മൾ കോസാംബിയുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ പോലും കോസാംബിയൊക്കെ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് ചരിത്രരചനാ രീതി എന്ന നിലയിൽ നമ്മൾ കാണുന്ന ചില പ്രയോഗങ്ങൾ, ഇപ്പം ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ആ കാലത്ത് ആളുകൾ കലപ്പ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കാറൊക്കെയുണ്ട്. അതൊക്കെ വളരെ നമ്മളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ വളരെ ആവേശമൊക്കെ തോന്നുന്ന കാര്യമാണ്. പക്ഷേ അതിനുശേഷമുള്ളൊരു പീരീഡിനെ സംബന്ധിച്ചും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉൽപ്പാദന വ്യവസ്ഥ നടന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു മടിയായ്മ പോലുള്ള സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒരേ നിലപാട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളും ഹിന്ദുത്വ പഠനങ്ങളും മാർക്സിസ്റ്റ് പഠനങ്ങളും അല്ലെ കൺവെൻഷണൽ രീതിയിലുള്ള ഹിസ്റ്റോറിയന്മാർ ചെയ്യുന്നതല്ല, ഏതാണ്ട് ഒരേ രീതിക്ക് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ്. ഇപ്പം ഇതേപോലെ തന്നെ ഇപ്പം ഈ പാഠപുസ്തക വിവാദം ഭയങ്കര കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഡൽഹിയിലെ പല യൂണിവേഴ്സിറ്റികളും, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലുമെല്ലാം ഉള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ്. അവരുടെ പുസ്തകങ്ങളാണ് NCERT ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ആ പ്രദേശം അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അവിടെ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അതായത് ഇത്തരത്തിലുള്ള വലിയ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള ജാതി അനുഭവങ്ങൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റികൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ബിപിൻ ചന്ദ്രയും ഒക്കെ പറയുന്നത് റിസർവേഷൻ ഒരിക്കലും പാലിക്കാൻ പാടില്ല, റിസർവേഷൻ മെറിറ്റിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം.
അപ്പോൾ ഇത് എല്ലാം ഒരേ റൂട്ടിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ ഒരു മനുഷ്യൻ്റെ അന്തസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ ഭൂതകാലത്തെ പരിശോധിക്കുന്ന ആളുകളുടെ മുൻപിൽ ഇവർ രണ്ടുപേരും തുല്യരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഏതൊരു മേഖലയിലും ഈ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കും, പ്രത്യേകിച്ച് ഈ അടിമത്തം പോലുള്ള ഒരു വ്യവസ്ഥിതിയുടെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായ എല്ലാവിധ ചരിത്രരചനാ പദ്ധതികളും, അപ്പോൾ നമ്മൾ ഈ ഹിസ്റ്ററിയിൽ ഓരോ സ്കൂളുകൾ എന്നുള്ള പേരിലാണ് അറിയുന്നത്. മാർക്സിസ്റ്റ് സ്കൂൾ എന്ന് പറയും, സബാൾട്ടൻ സ്കൂൾ എന്ന് പറയും, കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയും, ഇങ്ങനത്തെ ഒരു ടേമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവരെല്ലാം ചില സിദ്ധാന്തങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളും നിരീക്ഷണങ്ങളും മുൻപോട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായും ചർച്ച ചെയ്തു വന്ന ഒരു പ്രധാന വിഷയമാണ് അടിമത്തം എന്ന് പറയുന്ന ഒരു സങ്കല്പം. അപ്പോൾ മാർക്സിസ്റ്റുകാരായിട്ടുള്ള ഹിസ്റ്റോറിയന്മാർ പറയുന്നു ഇങ്ങനത്തെ ഒരു പ്രവർത്തനം ഇവിടെ ഇല്ലായിരുന്നു. അതായത് വിദേശത്തേക്ക് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു അടിയായ്മ, ഒരു സ്വയം കീഴടങ്ങുന്ന ഒരു പദ്ധതിയൊക്കെ ആയിരുന്നു ഇവിടേക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അടിമത്തം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു നിലപാടായിരുന്നു അവരെടുത്തത്. മറ്റേ ഒരു പ്രധാനപ്പെട്ട ചരിത്ര വിഭാഗം എന്ന് പറഞ്ഞാണ് കേംബ്രിഡ്ജുകാരെന്ന് പറഞ്ഞാൽ അവരും ഇതേ രീതിയിലാണ്, ഒരു സാമ്രാജ്യത്വ ചരിത്രകാരന്മാരാണ്. അവരും ഇതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. പിന്നീട് പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വക്താക്കളായിട്ടുള്ള സബാൾട്ടൻ സ്റ്റഡീസുകാർ വരുന്നു. അപ്പോൾ അവർ വന്നിട്ട് കുറച്ചുകൂടെ കൂടിയ ഒരു കാര്യമാണ് പറയുന്നത്. ഗ്യാൻ പ്രകാശ് എന്ന് പറഞ്ഞൊരു പ്രഗത്ഭനായിട്ടൊരു പണ്ഡിതനാണ്. അദ്ദേഹം മുൻപോട്ട് വെച്ചൊരു വാദം, ഈ ബ്രിട്ടീഷുകാരുടെയൊക്കെ പീരീഡിലെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യാപകമായി സ്ലേവറി എന്ന പദങ്ങളൊക്കെ നിങ്ങൾ കാണും. പക്ഷേ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു എൻലൈറ്റ്മെൻറ്റ് ബോധത്തിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു ബൂർഷ്വ സങ്കല്പത്തിൽ അവർ തെറ്റിദ്ധരിച്ചാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ലേബർ സ്ട്രക്ചറിനെ തെറ്റിദ്ധരിച്ചിട്ട് അവർ എഴുതിയതാണ് അടിമ പോലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അതിവിടെ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ് എന്നുള്ളതായിരുന്നു അവരുടെയും ഒരു നിലപാട്. അപ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങളല്ലേ ഇപ്പം RSSകാരായിട്ടുള്ള ആളുകളും വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ ഈ മാതൃഭൂമിയിൽ അടിമത്തവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളൊക്കെ ആദ്യ സമയങ്ങളിൽ എഴുതുമ്പം അതിന് മറുപടി വരുന്നത് മാതൃഭൂമിയിലല്ലായിരുന്നു. അതിന് മറുപടി വരുന്നത് ഇവരുടെ കേസരിക്കകത്താണ് മറുപടി വരുന്നത്. അപ്പോൾ അത് A to Z വള്ളി വിടാതെ അവർ ഇങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ളൊരു ആദ്യ നിരീക്ഷണം, ഈ ഹിന്ദുത്വവാദികളെ സംബന്ധിച്ച് ഈ അടിമത്തം, അൺടച്ചബിലിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇവിടുത്തെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഒരു കൊളോണിയലിസമാണ്. ഇമാതിരി പ്രവർത്തനങ്ങളുടെ എല്ലാം കാരണക്കാർ, അത് നിർമ്മിച്ചത് അവരാണ് എന്ന ഒരു വാദമാണ് അവർ പ്രധാനമായും മുൻപോട്ട് വെക്കും. അപ്പോൾ ഇതിനെ അംബേദ്കറിനെ തന്നെ എഴുത്തുകളിൽ നമുക്ക് ഡയറക്റ്റ് കാണാൻ സാധിക്കുന്നു. അംബേദ്കറിനെ അതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു പീരീഡ് 1930-കളിൽ തന്നെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഈ സ്ലേവറിനെയും അൺടച്ചബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചില അന്വേഷണങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഇത് ഇന്ത്യയിൽ വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥിതിയാണ്. മനുസ്മൃതിയുടെ എല്ലാ മനുക്കളും ഇത് അനുവദിച്ചിരുന്നതും അവർ ഇതിനെക്കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുമുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഒരു ഭരണ സമയത്താണ് ഇത് നിയമപരമായി നിരോധിച്ചത് എന്നൊരു നിരീക്ഷണം അംബേദ്കറും മുൻപോട്ട് വെക്കുന്നു. അതേസമയം പിന്നീട് നമ്മളിപ്പോൾ കാണുന്നൊരു കാഴ്ച, നമ്മുടെ നാടിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ച് 2015 ശേഷം ഈ നെതർലൻഡിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പഠനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവർ നിരവധി തെളിവുകൾ നമ്മുടെ കൊച്ചി ആർക്കൈവ്സിൽ നിന്നും മദ്രാസിൽ ആർക്കൈവ്സിൽ നിന്നൊക്കെ കണ്ടെടുക്കുകയും അങ്ങനെ ഒരുപാട് മനുഷ്യന്മാരെ കേരളത്തിൽ, മലയാളികളായിട്ടുള്ള, അത് പല ജാതിയിലുള്ള മനുഷ്യരെ സൗത്ത് ആഫ്രിക്കയിലേക്കും മൗറീഷ്യസിലേക്കും അങ്ങനെ വിദേശത്തേക്കുള്ള പല ആഫ്രിക്കയുടെയും യൂറോപ്പിലെയും പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളെ അടിമകളായി അയക്കുന്ന ഒരു കാഴ്ച ഇവരുടെ പഠനങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ നിരവധി തെളിവുകൾ അതിൽ മുൻപോട്ട് വെക്കണം. എങ്ങനെയാണോ ഈ ആഫ്രിക്കൻ സ്ലേവ്സിൻ്റെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു, അതേ രീതിക്ക് തന്നെ നമ്മുടെ ഇവിടുന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് വരികയും അവരുടെ പേരുകൾ, നമ്മുടെ മലയാള പേരുകൾ മാറ്റി മറ്റ് ഇംഗ്ലീഷ് പേരുകളോ അല്ലെങ്കിൽ ബൈബിളിലെ പേരുകളോ മാസങ്ങളുടെ പേരുകളോ എന്തെങ്കിലുമൊക്കെ ഇടുകയും അവരെ മറ്റൊരു ദേശത്തേക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ഇവരുടെ പഠനങ്ങളിലൂടെ കാണുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ കുഴപ്പിക്കുകയാണ്. അതായത് ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാവിധ ഹിസ്റ്റോറിയന്മാരും ഒന്നടങ്കം പറയുകയാണ് ഇങ്ങനെ ഒരു സിസ്റ്റമേ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മൾക്ക് ലഭിക്കുന്ന തെളിവുകൾ നേരെ തിരിച്ചാണ്. അങ്ങനെയല്ലായിരുന്നു. ഇവിടെയും വളരെ ശക്തമായ മനുഷ്യക്കച്ചവടം നിലനിന്നിരുന്നു. പള്ളികളിലും അമ്പലങ്ങളിലും എല്ലായിടങ്ങളിലും ഒരേപോലെ തന്നെ മനുഷ്യനെ വിൽക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഇങ്ങനെ മനുഷ്യരെ വേറൊരു രൂപത്തിൽ, അതായത് സിദ്ധാന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കുഴപ്പക്കാരാണ് അല്ലെങ്കിൽ എല്ലാം മോശമായ ഒരു ചരിത്രരചന എന്നുള്ളതല്ല. ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ ആരുടെ ചരിത്രമാണ് പറയുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെയാണ് ചരിത്രത്തെ അഡ്രസ്സ് ചെയ്യുന്നത്, അപ്പോൾ ചരിത്രത്തിനെ അല്ലെങ്കിൽ ഇന്നും നമ്മളെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യണം. അല്ല നമുക്ക് പഴയ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ കണ്ടെടുത്തുകൊണ്ട് വരിക, അത് ആരെക്കൊണ്ടും സാധിക്കുന്ന കാര്യമാണ്. ഏതൊരു വ്യക്തിയും ആർക്കൈവ്സിൽ പോയാലോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴയ ലൈബ്രറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൗതുകമുണർത്തുന്ന എന്തും നമുക്ക് ആർക്കും കണ്ടെത്തിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൗതുകമുണർത്തുന്ന ഒരു വ്യക്തിയെയോ നേതാവിനെയോ സംഭവത്തിനെയോ കണ്ടെത്തുന്നാൽ ഒരിക്കലും ഹിസ്റ്ററി അല്ല. അതിനെ ആരും ഹിസ്റ്ററി ആയിട്ട് അംഗീകരിക്കാറുമില്ല. അപ്പോൾ അതാർക്കും ചെയ്യാവുന്നൊരു പ്രവർത്തനം. പക്ഷേ നമ്മുടെ സമകാലിക ജീവിതത്തിനെ നയിക്കുകയും അല്ലെങ്കിൽ സമകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ സമകാലിക ജീവിതത്തിനെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങൾ മാത്രമാണ് നമ്മൾ ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ പലപ്പോഴും ഭൂതകാലത്തിൽ നിന്ന് കണ്ടെടുത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഉള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്ന പ്രശ്നമാണ്. അപ്പോൾ ഈ ജാതി പ്രശ്നത്തിനെ എങ്ങനെയാണ് ചരിത്രകാരന്മാർ അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്ലേവറി പോലുള്ളത്, അൺടച്ചബിലിറ്റി പോലുള്ള വിഷയങ്ങളെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് എല്ലായിടത്തും ഒരേപോലെ ബാധകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഉയർന്ന ജാതിയാണെങ്കിലും ഒരു മിഡിൽ ലെയറിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ജാതിയാണെങ്കിലും ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണെങ്കിലും കാസ്റ്റ് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് അത് നമ്മുടെ ഒരുമാതിരിപ്പെട്ട ചരിത്രരചനകളെല്ലാം തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾ ഈ പാഠപുസ്തക വിവാദങ്ങളെയും ഈ മറ്റ് പല ഹിസ്റ്റോറിയന്മാരുടെ ആർഗ്യുമെൻറ്റുകളും എല്ലാം ഏതാണ്ട് ഒരേ റൂട്ടിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. ഇവർ ഇന്ത്യ നേരിടുന്ന ഒരു യഥാർത്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തെ സമീപിക്കുന്നതിൽ ഇവർ വിമുഖത കാട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. നന്ദി വിനിൽ പോൾ. അപ്പോൾ ഇന്ത്യയുടെ ചരിത്ര വിജ്ഞാനീയത്തിലെ ചില വിള്ളലും വിടവുകളും ഒഴിവാക്കലുകളും ഒക്കെയാണ് വിനിൽ ഇപ്പോൾ പറഞ്ഞത്. അടിമത്തത്തെയോ ജാതിയെയോ വേണ്ട വിധത്തിൽ ഇനിയും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇന്ന് പൊതുവിൽ ഈ മാറ്റിയല്ല ആകെ കുത്തിമറിച്ച് അവതരിപ്പിക്കപ്പെടുന്ന ചരിത്രങ്ങളിലുടനീളം ഹീറോസിനെയും വില്ലൻസിനെയും നായകന്മാരെയും പ്രതിനായകന്മാരെയും സൃഷ്ടിക്കുക. അപ്പോൾ മധ്യകാലത്താണെങ്കിൽ അക്ബർ ഉൾപ്പെടെയുള്ളവർ വില്ലൻസാണ്, പ്രതിനായകർ, മയമുള്ള വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം ഹിന്ദുത്വവാദികളുടെ കണ്ണിൽ. മറ്റെല്ലാവരും, എല്ലാ നോൺ മുസ്ലിംസും അല്ല ഈ റാണ പ്രതാപ് അടക്കമുള്ള ശിവജി അടക്കമുള്ള അവരൊക്കെ മഹാനായകന്മാരുമാണ്. ഈ ഒരു ബൈനറി ഉണ്ട്. അപ്പോൾ ചരിത്രം പഠിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാം, ലോകത്ത് ഒരിടത്തും ഒരു ദേശത്തും ഒരു പ്രദേശത്തും ഒരു ഗ്ലോറിയസ് ഗോൾഡൻ പീരീഡ് ഉണ്ടായിരുന്നില്ല. സുവർണകാലം അല്ലെങ്കിൽ മഹത്വപൂർണമായ കാലം ഒരു കാലത്തും എവിടെയും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു കാലത്തും എവിടെയും ഒരു ഇരുണ്ട കാലവും ഉണ്ടായിരുന്നില്ല. ചരിത്രം എല്ലായ്പ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആൻഡ് കോൺട്രഡിക്റ്റിംഗ് ഫോഴ്സസ്, എല്ലാ ഘട്ടത്തിലും എല്ലാ സ്ഥലങ്ങളിലും കോൺട്രഡിക്റ്റിംഗ് ഫോഴ്സസ് ഉണ്ടായിരുന്നു. എല്ലാ കാലദേശങ്ങളിലും ഇൻജസ്റ്റിസ് ഉണ്ടായിരുന്നു, ഒപ്രഷൻ ഉണ്ടായിരുന്നു, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന കാലത്താണെങ്കിലും അശോക ദ ഗ്രേറ്റ് എന്ന് പറയുന്ന കാലത്താണെങ്കിലും എല്ലാ ചരിത്ര കാലങ്ങളിലും ഇന്ത്യയിലാവട്ടെ ഇന്ത്യക്ക് പുറത്താവട്ടെ ഇപ്പോഴും അത് തന്നെയാണുള്ളത്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിംഗ് ആൻഡ് കോൺട്രഡിക്ടറി ഫോഴ്സസിൻ്റെ ഇൻ്ററാക്ഷനിലൂടെയാണ് ചരിത്രമുണ്ടാവുന്നത്, ചരിത്രം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും വർത്തമാന ചരിത്രവും അതുതന്നെയാണ്. വാസ്തവത്തിൽ ഇറ്റാലിയൻ തത്വചിന്തകനായ ബെനഡിറ്റോ ക്രോച്ചെ മുൻപ് എഴുതിയിട്ടുണ്ട്, ഓൾ ഹിസ്റ്ററി ഈസ് കണ്ടംപററി ഹിസ്റ്ററി. എല്ലാ ചരിത്രവും വർത്തമാനകാല ചരിത്രമാണ്. ഭൂതകാലം കഴിഞ്ഞുപോയി. അപ്പോൾ വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് ചരിത്ര ഗവേഷകർ, ചരിത്ര വിദ്യാർത്ഥികൾ, ചരിത്രകാരന്മാർ ഭൂതകാലത്തിലേക്ക് നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓരോ വർത്തമാനം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, ചോദ്യങ്ങളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പുതിയ മാളവികയെ പോലുള്ള, വിനിൽ പോളിനെ പോലുള്ള പുതിയ തലമുറ പുതിയ ചോദ്യങ്ങൾ ഭൂതകാലത്തിലേക്ക് നോക്കി ചോദിക്കുന്നു. പുതിയ പരിപ്രേക്ഷ്യങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ അവർ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്റ്റഫർ ഹീലൊക്കെ പറഞ്ഞതുപോലെ ഭൂതകാലം മാറുന്നില്ല. ഭൂതകാലം അതിൻ്റെ പരിപൂർണ സമഗ്രതയിൽ ആർക്കും ആവിഷ്കരിക്കാനും പറ്റില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള ആവിഷ്കാരമാണ് നടക്കുന്നത്. ഭൂതകാലം മാറുന്നില്ല, പക്ഷേ വർത്തമാനകാലം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് നാം നോക്കി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സ്വഭാവം മാറും. ആ ചോദ്യങ്ങളുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് പരിപ്രേക്ഷ്യങ്ങൾ മാറും.
കാഴ്ചപ്പാടുകൾ മാറും, വീക്ഷണങ്ങൾ മാറും, ചിലപ്പോൾ സിദ്ധാന്തങ്ങൾ തന്നെ മാറും. അങ്ങനെ ചരിത്രവിജ്ഞാനീയം എന്നത് വളരുന്ന, വികസിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക ശാസ്ത്ര പദ്ധതിയാണ്. അതിലേക്ക് കൂടുതൽ പരിപ്രേക്ഷ്യങ്ങൾ വരും. അതും പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കപ്പെടണം. പാഠപുസ്തകങ്ങൾ മുൻപ് സൂചിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഇൻക്ലൂസീവ് ആവണം. എന്നാൽ മധ്യകാലത്തൊക്കെ ഉരുവപ്പെട്ടു വന്നിരുന്ന ആ സമന്വയ സങ്കര സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും നമ്മുടെ വർത്തമാനത്തിലുണ്ട്. അതിനെ കൂടുതൽ വികസ്വരമാക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു പ്രഥമമായ കർത്തവ്യം, ഒരു ജോലി എന്ന് പറയുന്നത് ഭൂതകാലത്തെ ഗ്രഹിക്കുക, വർത്തമാനകാലത്തെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെ. ആ ഭൂതകാല ഗ്രഹണത്തിലൂടെ ഭാവിയെക്കുറിച്ച് നമുക്ക് എറിക് ഹോബ്സ്ബാം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 2050 ന്യൂയോർക്ക് ടൈംസിൻ്റെ തലക്കെട്ട് എന്താവും എന്ന് പ്രവചിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. എന്നാൽ ലോകം ഈ വിധത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചിലപ്പോൾ 2050 എന്താവും ഈ പ്രവണതകൾ മുൻനിർത്തി നമുക്ക് ചിലപ്പോൾ പ്രവചിക്കാം. പ്രവചനാതീതമാണ് ചരിത്രം. കാരണം ഇൻ്റർനെറ്റിൻ്റെ പിറവി പോലും 1960 ഈ സാമൂഹിക മാധ്യമങ്ങൾ, ഇന്ന് കാണുന്ന ഈ സംഭവങ്ങളൊന്നും ഒരൊറ്റ ചരിത്രകാരനും പ്രവചിച്ചിട്ടില്ല. അതുപോലെ എറിക് ഹോബ്സ്ബാം ഓൺ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ വേറൊരു കാര്യം, 97 ഇറങ്ങിയ പുസ്തകമാണ്, അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ഒക്കെ വിചാരിച്ചത് ചരിത്രം എന്നാൽ വളരെ നിരുപദ്രവമായ വിഷയമാണ്. എന്നാൽ ചരിത്രം അത്ര നിരുപദ്രവകരമായ വിഷയമല്ല. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി രാസവളത്തിൽ നിന്ന് അണുബോംബ് നിർമ്മിച്ച പോലെ ഈ ചരിത്രം എന്ന വിജ്ഞാന ശാഖയെ അണ്വായുധങ്ങളായി, അത്രയും വിസ്ഫോടകമായ, അത്രയും വിധ്വംസകമായ, അത്രയും വിഭാഗീയമായ ബോംബുകളായി പരിവർത്തിപ്പിക്കാൻ പറ്റും എന്ന് അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട്. അതാണ് ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ നടക്കുന്നത്. അതിന് ആ ഒരു ബൃഹത്തായ വർഗീയ വിഭാഗീയ രണോത്സുക പദ്ധതിയെ, അതിനെ എതിർക്കുന്ന എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ചരിത്ര പഠിതാക്കളും ചേർന്ന് നിന്ന് ചെറുക്കണമെന്ന് മാത്രമാണ് ഈ സെഷനിൽ എനിക്ക് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ശ്രീ വിനിൽ പോളിനോടാണ് ചോദ്യം. താങ്കളുടെ അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്ന പുസ്തകത്തിൽ ഫോർട്ട് കൊച്ചിയിലെ ജൂതന്മാരുടെ പള്ളിയിൽ പിടിച്ചുകൊണ്ടുവന്ന അടിമകളെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ കെട്ടിയിട്ടിടുന്നെന്നും ഞായറാഴ്ച അവിടെ പ്രാർത്ഥിക്കുമെന്നും, ആഴ്ചയിലെ ഒരു ദിവസം ഞായറാഴ്ച പ്രാർത്ഥിക്കുകയും മറ്റ് 6 ദിവസങ്ങളിൽ ആ പ്രാർത്ഥനാ ഹാൾ അടിമകളെ കെട്ടിയിടാനുള്ള തടവറയാക്കി മാറ്റാറുണ്ടെന്ന് താങ്കളുടെ ഒരു കണ്ടെത്തലുണ്ട്. ഇങ്ങനെയുള്ള ദേവാലയങ്ങൾ മറ്റ് മതങ്ങളിൽ ഉണ്ടായിരുന്നു. ജൂതത്തിൻ്റെ ആരാധനാലയത്തെ പരാമർശിച്ചതുകൊണ്ട് അതിനെ മറ്റ് ആരാധനാലയങ്ങൾ അങ്ങനെ തടവറകളായിട്ട് ഉപയോഗിച്ചതിനെ തമസ്കരിക്കുകയായിരുന്നു. അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. താങ്ക്സ്. അത് ക്രിസ്ത്യൻ ദേവാലയം എന്നുള്ളതാണ് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ആദ്യ സമയങ്ങളിൽ ക്ഷേത്രങ്ങളോടുകൂടി ഭൂമിയും വിൽക്കുന്നതിൻ്റെ കൂടെ അവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ടോ അവരെല്ലാം അതോടുകൂടി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ക്ഷേത്രങ്ങളോടുകൂടി വിൽപ്പന നടത്തുന്നത്. രണ്ടാമത് നമ്മൾ ഈ ഡച്ചുകാരുടെ ഡോക്യുമെൻറ്റുകൾക്കകത്താണ്. ഫ്രാൻസിസ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് പീരീഡിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ മലബാറിലെ മത്സ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചിയുടെ ഒരു ചരിത്രവും എഴുതുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം പഴയ ഡച്ച് പീരീഡിലെ പല ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചിട്ടാണ് അദ്ദേഹം ആണ് സൂചിപ്പിക്കുന്നത് ആദ്യമായിട്ട്. ഈ കൊച്ചിയിലെ ക്രിസ്ത്യൻ മട്ടാഞ്ചേരി ഭാഗത്തൊക്കെയുള്ള ചില ക്രിസ്ത്യൻ ദേവാലയങ്ങൾ 6 ദിവസം അടിമകളെ കെട്ടിയിടുന്ന ഗോഡൗണായിട്ടും 7ാമത്തെ ദിവസം അവിടെ ആരാധന നടത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു ഡോക്യുമെൻ്റ് കണ്ടെടുത്താണ് ഈ കെ കുസുമൻ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയനുണ്ട്. കേരള സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. സ്ലേവറി ഇൻ ട്രാവൻകൂർ എന്ന് പറഞ്ഞൊരു വർക്ക് 70കളുടെ തുടക്കത്തിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു ഡോക്യുമെൻ്റ് വെക്കുന്നത് അത് നമ്മുടെ ഈ മുളന്തുരുത്തിയിലെ ക്രിസ്ത്യൻ പള്ളിയാണ്. ഈ പള്ളികളിൽ ഒരു രീതിയുണ്ട്, ഈ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ചക്കയോ മാങ്ങയോ അങ്ങനത്തെ എന്തെങ്കിലും സംഗതികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ പള്ളിക്ക് കൊടുക്കുകയും അത് പള്ളിയിൽ വെച്ച് ലേലം ചെയ്യുകയും ചെയ്യുന്നു. ആ പണം പള്ളിയിലേക്ക് എടുക്കുന്നു. ആ രീതി ഇന്നും തുടരുന്ന ഒരു രീതിയാണ്. പരസ്യമായിട്ട് പല കാര്യങ്ങളും കൊടുക്കുകയും അങ്ങനെ ലേലം ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം വെച്ചിരിക്കുന്ന ആ ഡോക്യുമെൻ്റ്, ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഈ മുളന്തുരുത്തിയിലെ പള്ളിയിൽ ലേലം വിളിക്കുന്ന ഒരു പറയ സ്ത്രീയെയും ഒരു കാളയും കൂടെ ലേലം വിളിക്കുകയാണ്. അപ്പം ഇതിനെ സംബന്ധിച്ച് സമീപ സമയത്ത് ഒരു പഠനം നടന്ന ഒരു ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. അദ്ദേഹം ഒരു ലത്തീൻ സഭയുടെ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കി ഈ ലത്തീനല്ല വരാപ്പുഴയിലെ ഒരു ആർക്കൈവ്സും ഒക്കെ ബന്ധപ്പെട്ട കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പഠനം തന്നെ ഇതാണ്, ഈ പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഓലക്കെട്ടുകളിൽ എന്തെല്ലാമാണ് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ ഇംഗ്ലീഷിലും മലയാളത്തിലേക്കൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നൊരു വർക്ക്. അപ്പോൾ അദ്ദേഹവും പല പള്ളികളിലും ഇത്തരത്തിലുള്ളൊരു പ്രാക്ടീസ് ഉള്ളതായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചില പഠനങ്ങളിൽ വെച്ചൂര് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ്, ആദ്യം ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രമാക്കി ഇങ്ങനെ വിൽപ്പന നടക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ഇതിൽ വിൽപ്പന നടക്കുന്നുണ്ട്. അടുത്ത മൂന്നാമതൊരു ഇതിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മതം എന്ന നിലയിൽ നമ്മൾ ഇസ്ലാം മതത്തിലെ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പം ഈ ബ്രിട്ടീഷുകാരുടെ വരവിന് തൊട്ട് മുമ്പ് മുതലാണ് ഈ മനുഷ്യക്കച്ചവടം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കച്ചവടമായി മാറുന്നത്. ഈ ആളുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ഒരു വരുമാന മാർഗമായി മാറുന്ന ആ ഒരു പീരീഡ് മുതലാണ്. അപ്പോൾ ആ സമയം മുതൽ തന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ സ്ലേവ് ആയിട്ടുള്ള ഈ ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് വിൽക്കുന്നത് ആര് എന്നുള്ളൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം പല ഹിസ്റ്റോറിയന്മാരും നടത്തുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന്, ഏറ്റവും കൂടുതൽ ആളുകളെ വിറ്റിരിക്കുന്ന ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ്, സിറിയൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്ക്, അതായത് സ്ലേവ് ഏജൻറ്റുമാരായിട്ട് വർക്ക് ചെയ്ത്. രണ്ടാമത് വരുന്നത് നമ്മൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കണ്ണൂർ ബ്രിട്ടീഷുകാർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോളനിയുണ്ട്, ഒരു പ്ലാന്റേഷനുണ്ട്, അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാന്റേഷനിലേക്ക് തൊഴിലാളികളെ കണ്ടെത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി അവിടെ അസനലി എന്ന് പറഞ്ഞ ഈ ചൊവ്വയിലുള്ള മാഹി സ്വദേശിയായിട്ടുള്ള അസനലിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ 400 പേരെ വിറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ പാത്തുമ്മ വരെ ഇതിനകത്ത് പ്രതികളാണ്. അങ്ങനെ കുറേ ആ ഒരു നെറ്റ്വർക്ക്, അതായത് ഏറ്റവും കൂടുതൽ മനുഷ്യക്കച്ചവടം നടത്തിയ ആളുകളെ വിചാരണ ചെയ്യുകയും അവരെക്കുറിച്ച് വരുന്നതിൻ്റെ നമ്മൾ ഈ 2 കമ്മ്യൂണിറ്റിപ്പെട്ട മനുഷ്യന്മാരെയാണ് കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ കാണുന്നത്. അതേപോലെ തന്നെ ഇതിനെ വിൽക്കാനുള്ള ഇത് കൊടുക്കുന്ന സവർണ്ണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അവരുടെ പെർമിഷനോട് കൂടിയാണ് ഈ കാര്യം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിനെ സംബന്ധിച്ച് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രം ഇവിടുത്തെ സെമിറ്റിക് മതങ്ങൾക്കും പറയാനുണ്ട്, ഇവിടുത്തെ മറ്റ് പല അല്ലെങ്കിൽ ഒരു ഹിന്ദു മതത്തിനും പറയാനുണ്ടെങ്കിലും ഇവരാരും തന്നെ 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം വരെ മനുഷ്യനെ വിറ്റിരുന്നത് ഒരു കുഴപ്പമാണ് പരിഗണിച്ചിരുന്ന മതങ്ങളെ അല്ലായിരുന്നു. ഇവരുടെ മത സമ്പ്രദായങ്ങളും മത നെറ്റ്വർക്കും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ കച്ചവടത്തിൽ വളരെ കൃത്യമായി ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ മാത്രമായിരുന്നു കേരളത്തിലെ എല്ലാ സംഘടിത മതങ്ങളും. ഇനി ചോദ്യങ്ങൾ. വീണ്ടും കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പേരോടും കൂടിയിട്ടുള്ള ചോദ്യമാണ്. 3 പേരുടെയും അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സെയിൻറ്റ് തോമസ് കേരളത്തിൽ വന്നുവോ ഇല്ലയോ? പെട്ടെന്ന് പറഞ്ഞേക്കാം, വന്നിട്ടില്ല. ചരിത്രകാരന്മാർ പറഞ്ഞിട്ട് ഉള്ളത് വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സെന്റ് തോമസിനെ പറ്റി ഗോണ്ട് ഓഫ് ഫെർണസ്, ഒരു പാർത്തിയൻ കിങ് ഉണ്ട്, ഇറാനിലെങ്ങാനുമാണ്, ഇറാൻ ആ ഭാഗത്ത് ആ പാർത്തിയൻ കിങ്ങിൻ്റെ കോർട്ടിൽ ഇങ്ങനെ ആരോ സെന്റ് തോമസ് തന്നെയാണോ എന്നറിയില്ല വന്നതായിട്ട് ഇങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ മുസിരിസ് പട്ടണം എന്നൊക്കെ പറയുന്ന ഏതാണ്ടൊരു BC 3ാം നൂറ്റാണ്ട്, ക്രിസ്തുവിന് മുമ്പ് 3ാം നൂറ്റാണ്ട് മുതലെങ്കിലും അതിന് പിന്നോട്ടാവാം, ഏതായാലും ഒരു വൈദേശിക വ്യാപാരം റോമക്കാർ വന്നിരുന്നു. അപ്പോൾ ആ രീതിയിൽ
കേരളക്കരയിലേക്ക് ക്രിസ്തുവിന് മുമ്പ് തന്നെ സഞ്ചാരികൾ എത്തിയിരുന്നു. ആ മട്ടിൽ ഈ ക്രിസ്തു മതം എന്ന് പറയുന്ന മതം വ്യവസ്ഥാപിത സംഘടിത മതമാവുന്നതൊക്കെ പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ്. അക്കാലത്ത് ഏതെങ്കിലും വാണിജ്യ കപ്പലിൽ, ഇന്ന് കാണുന്ന വലിയ കപ്പലല്ല, അന്നത്തെ ആ കപ്പലിൽ ആരെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിലായി. പക്ഷേ ഇതൊക്കെ ഇൻവെൻറ്റഡ്, രാഷ്ട്രത്തിൻ്റെ ഒക്കെ ചരിത്രം ഒരു ഇൻവെൻറ്റഡ് ഹിസ്റ്ററീസ് ആവുന്നത് പോലെ തങ്ങളുടെ സമുദായത്തിന് അല്ലെങ്കിൽ മത സമുദായത്തിന് കൂടുതൽ പ്രാചീനത്വവും കൂടുതൽ സാധുതയും നൽകാനുള്ള കഥാനിർമ്മിതികൾ ആവാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കൊരു മറുചോദ്യമാണ്. സെന്റ് തോമസ് വന്നാലും വന്നില്ലെങ്കിലും എന്താണ്? ഹൗ ഡസ് ഇറ്റ് മാറ്റർ? ഇന്നയാൾ വന്നു, ഇന്നയാൾ വന്നില്ല, ഇന്നയാൾ ചരിത്രത്തെ മാറ്റിമറിച്ചു എന്നുള്ള അതല്ല ചരിത്രം. ചരിത്രം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണല്ലോ. ഇവിടെ ക്രിസ്ത്യാനികളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 9-ാം നൂറ്റാണ്ട് തൊട്ട് ക്രിസ്ത്യാനികളുടെ പ്രസൻസ് നമുക്ക് തെരേസാപ്പള്ളി കോപ്പർ പ്ലേറ്റിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും എൻ്റെ റെസ്പോൺസ്. ഇപ്പോൾ വാസ്കോഡ ഗാമ വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കപ്പെടുമായിരുന്നു. വേറൊരു പോർച്ചുഗീസ് ട്രാവലർ മേ ബി ആ ഒരു സ്ഥലത്ത് വരുമായിരുന്നു. കാരണം ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് ആ ഒരു സമയത്ത് ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യമാണ്. ഇതേ തെരേസ കോപ്പർ പ്ലേറ്റിലാണ് നമുക്ക് ഖുഫിക് ലിപി കിട്ടുന്നത്, നമുക്ക് അരാമിക്കിൻ്റെ അംശങ്ങൾ കിട്ടുന്നത്. ഇതെല്ലാം തെളിയിക്കുന്ന എന്താണ്? ഒരു ദീർഘദൂര മാരിടൈം ട്രേഡ് ഉണ്ടായിരുന്നു എന്നും ഇവിടെ മറ്റ് നമ്മൾ സെമിറ്റിക് എന്ന് വിളിക്കുന്ന മതങ്ങളിലുള്ള മനുഷ്യരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നും വായിക്കാം. അതുകൊണ്ട് ഈ ഒരു ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ നേരത്തെ ചോദിച്ച വിനിലിൻ്റെ പെർമിഷനോട് ചേർത്ത് വെച്ച് പറയുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ അടിമക്കച്ചവടത്തിൻ്റെ കാര്യം പറയുമ്പോഴും അടിമകളുടെ കാര്യം പറയുമ്പോഴും നമ്മൾ മറന്നു പോകുന്ന വലിയൊരു സ്ത്രീ ചരിത്രം ഇവിടെ ഉണ്ട്. നേരത്തെ മറ്റ് ദേവാലയങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇവിടെ ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്നു എന്നുള്ള, തേവർ അടിയാൾ എന്നുള്ള റെഫറൻസുകളുള്ള നിരവധി ചെപ്പേടുകൾ ഇവിടെയുണ്ട്. സെക്ഷൽ സ്ലേവറിയാണത്. പക്ഷെ അത് സ്ത്രീ ചരിത്രമായതുകൊണ്ട് തന്നെ സ്ലേവ് എന്നുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നില്ല നമ്മുടെ തലയിൽ. കാരണം സ്ലേവറിയുടെ ഡെഫിനീഷൻ നമ്മൾ ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അല്ലാത്തുള്ള അഗ്രസ്റ്റിക്ക് തെരേസപ്പള്ളി കോപ്പർ പ്ലേറ്റിൽ നിലങ്ങളുടെ കൂടെ ആൾക്കാരെ കൊടുക്കുന്നത് മാത്രമല്ല, ഗിഫ്റ്റായിട്ട് ആളടിമയായിട്ട് ഗിഫ്റ്റായിട്ട് ആൾക്കാരെ കൊടുത്തതിൻ്റെ റെഫറൻസ് നമുക്ക് പാലിയം കോപ്പർ പ്ലേറ്റിൽ ആയികുല പെരുന്തച്ചി മഹാകുലദേവി എന്ന് പറഞ്ഞ ആയി പ്രിൻസസിൻ്റെ അല്ലെങ്കിൽ ആയ രാജകുമാരി എന്ന് വേണമെങ്കിൽ വിളിക്കാം, നാട്ടുരാജ്യത്തിനുണ്ടായിരുന്ന പല അവകാശികളിൽ ഒരവകാശിയായിരുന്നവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഗിഫ്റ്റായിട്ട് മനുഷ്യരെ കൊടുക്കുന്നുണ്ട്. സോ പല ടൈപ്പ് ഓഫ് സ്ലേവറി ഒന്നാലോചിക്കുക. സെക്ഷൽ സ്ലേവറി നടന്നിരുന്നത് ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടാണ്. അതുകൊണ്ടാണ് തേവർ അടിയാൾ എന്നുള്ള വാക്ക് വരുന്നത്. ആളടിമയെ ടെമ്പിൾസിന് നേരുന്നതിൻ്റെ റെഫറൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്ലേവറി എന്നുള്ളതിൻ്റെ ഡെഫിനീഷൻ വളരെ ചെറുതാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ സ്ത്രീ ചരിത്രത്തിനെ സംസ്കരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വലിയൊരു സ്ലേവറി ഇവിടെ നിലനിന്നത് നമ്മൾ പലപ്പോഴും മറന്ന് പോകുന്നത്. ക്യൂർ ചരിത്രത്തിനെ നമ്മൾ മറന്നു പോകുന്നത് ഇത് കാരണമാണ്. അതുകൊണ്ട് മനുഷ്യരെ പറ്റി ഇൻ ജനറൽ സോഷ്യൽ പ്രോസസ്സുകളെ പറ്റി, എക്കണോമിക് പ്രോസസ്സുകളെ പറ്റി നമ്മൾ ചരിത്രത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് മാറ്റിയാൽ തന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അൺസയൻറ്റിഫിക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ ഫാക്ടോയിഡുകളുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ചരിത്രം ഇപ്പം തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ്, പാലിയം കോപ്പർ പ്ലേറ്റ് ഒക്കെ എത്രയോ മുമ്പും വായിച്ചിരുന്നു. അന്ന് വായിച്ചവർ ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഇന്ന് വായിക്കുന്നവർ അത് വായിച്ച് ചോദിക്കുന്നത്. ആളെ കൈമാറുന്നു, തേവറടിയാൾ ഒക്കെ. അപ്പോൾ ആ രീതിയിൽ ഓരോ തലമുറയും പഴയ ഉപാദാനങ്ങളെ, പഴയ ചരിത്ര ലക്ഷ്യങ്ങളെ തന്നെ പുനർവായിച്ച് അല്ലെങ്കിൽ വായിച്ച് പുതിയ കാലത്തിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ പഴയ രേഖകൾ പുതിയ കാലം, പുതിയ തലമുറ പുതിയ രീതിയിൽ പഴയ രേഖകൾ വായിക്കുമ്പോൾ പുതിയ ചോദ്യങ്ങൾ ഭൂതകാലത്തിലേക്ക് തൊടുത്തു വിടപ്പെടും. അതുപോലെ പുതിയ ഉപാദാനങ്ങൾ, പുതിയ ചരിത്ര ലക്ഷ്യങ്ങൾ പുറത്തു വരുമ്പോഴും ചോദ്യങ്ങളുടെ സ്വഭാവം മാറും. അതുകൊണ്ട് ചരിത്രം എന്നത് നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്ന
വികസിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പരിപ്രേക്ഷ്യങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും നിരന്തരമായി ഏറ്റുമുട്ടുന്ന ആ ഏറ്റുമുട്ടലിലൂടെ തന്നെ സ്വയം വികസിതമാവുന്ന ഒരു ജ്ഞാന പദ്ധതിയാണ് അത്. മനുഷ്യൻ്റെ സർവ തലസ്പർശിയായ കാര്യങ്ങളെയും സ്പർശിച്ചു പോകുന്ന ഒരു വിജ്ഞാന ശാഖയാണ് അത്. ഏത് രാജ്യത്തിനും ഏത് സമൂഹത്തിനും അത്യന്താപേക്ഷിതമാണ്. അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ചരിത്രത്തെ ഒരു ഇൻസ്ട്രുമെൻ്റൽ, ഒരു ഉപകരണ യുക്തിയുടെ തലത്തിൽ വീക്ഷിക്കുമ്പോൾ ചരിത്രം ഇന്ന് ആർക്കും വേണ്ടെങ്കിലും ഏറ്റവും അധികം നാട്ടിലും മറുനാട്ടിലുമൊക്കെ ചരിത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ചർച്ച നടക്കുന്നത്. ചരിത്രത്തെ തങ്ങളുടെ മേൽക്കോയ്മയെ, ഭരണവ്യവസ്ഥയെ, രാഷ്ട്രീയ അധികാരത്തെ സാധൂകരിക്കാനും അതിനെ നീതീകരിക്കാനും അതിനെ ബലിഷ്ഠമാക്കാനും ഉള്ള ഉപകരണമായി ഭരണാധികാരികൾ എക്കാലത്തും ഉപയോഗിച്ചു പോകുന്ന ഒരു മഹാവൈജ്ഞാനിക പദ്ധതിയാണ് ചരിത്രം. നന്ദി. ചരിത്രം, ചരിത്രനിരാസം, ചില ചിന്തകൾ പാനൽ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ AM ഷിനാസ്, ശ്രീമതി മാളവിക ബിന്നി, ശ്രീ വിനിൽ പോൾ എന്നിവർക്ക് സർവ്വദേശീയ സാഹിത്യോത്സവത്തിൻ്റെ നന്ദി അറിയിക്കുന്നു.